നമസ്കാരം. വാനില ആ ചോദ്യം ചോദിച്ചതും ആ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന യാവോ നൈനാൻ ഒന്ന് ചിരിച്ചു. ഹേയ് സുന്ദരി, ഇത്ര ധിക്കാരം നീ എന്നോട് കാണിക്കേണ്ട കാര്യമില്ല. യാവോ നൈനാൻ അത് പറഞ്ഞതും വാനില മുന്നോട്ട് കുതിച്ച് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ വാളുകൊണ്ട് അതിശക്തമായി യാവോ നൈനാനെ ആഞ്ഞങ്ങ് വെട്ടി. വാനില ആകാശത്തേക്ക് ചാടി ഉയർന്ന് യാവോ നൈനാനെ ആ വാളുകൊണ്ട് ആഞ്ഞു വെട്ടിപ്പോ യാവോ നൈനാൻ ആ വെട്ട് സ്വന്തം ബോഡി കൊണ്ട് തടുത്തു. അവൻ ആ വെട്ട് തടുക്കാൻ പോയില്ല എന്നതാണ് സത്യം. ആ ബോഡിയിൽ ആ വാളക് പതിച്ചതും യാവോ ഇടത് കൈ ഒന്ന് ചുരുട്ടി വാനിലെ ഒരൊറ്റ ഇടി. യാവോ നൈനാന്റെ ആ ഇടത് കൈ വാനിലയുടെ നെഞ്ചിൽ പതിച്ച ആ നിമിഷത്തിൽ ആ കൈ നെഞ്ചിലൂടെ പോത്ത് മറുഭാഗത്തേക്ക് കടന്നു. ആ നിമിഷത്തിൽ യാവോ നൈനാൻ പറയുന്ന വാചകം വാനിലേക്ക് പുറകിൽ ഓടിയെത്തിയ ആളുകളൊക്കെ കേൾക്കുകയും ചെയ്തു. വെറുമൊരു ട്രൂ സെയിന്റിന് ഇത്ര ധിക്കാരം പാടില്ല. ഇടിയേറ്റ് വാനില ശരിക്കും ദൂരേക്ക് തെറിച്ചു വീണ വാനിലയുടെ അടുത്തേക്ക് ആ നിമിഷത്തിലാണ് ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് ജൂലിയൻ ഓടിയെത്തിയത്. ജൂലിയൻ അതിശക്തനായ യോദ്ധാവാണ്. വാനിലെ പലതവണ കണ്ടിട്ടുള്ള ജൂലിയൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയെന്ന് തന്നെ പറയാം. ദൂരേക്ക് തെറിച്ചു വീണ ആ വാനിലയ്ക്ക് ഇപ്പോ അനക്കമില്ല. ഒറ്റ ഇടിയിൽ വാനിലെ യാവോ നൈനാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് ജലിച്ച ജൂലിയൻ അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന സമയത്ത് ജൂലിയൻ അവന്റെ എല്ലാ ടെക്നിക്കുകളും ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിവേഗമാണ് ജൂലിയൻ യാവോ നൈനാന്റെ മുന്നിലെത്തിയത്. അവിടെ എത്തിയ ജൂലിയൻ വലത് കൈകൊണ്ട് ഒരു ഒറ്റ ഇടി യാവോ നൈനാന്റെ നെഞ്ചിലേക്ക് അതിശക്തമായി ജൂലിയൻ ആഞ്ഞിടിക്കുകയാണ്. ആ ഇടി യാവോ നൈനാന്റെ നെഞ്ചിൽ പതിച്ച ആ നിമിഷത്തിൽ നൈനാൻ ജൂലിയനോട് പറഞ്ഞു, നിന്റെ സ്പീഡൊക്കെ കൊള്ളാം, പക്ഷേ ശക്തി പോരാ. അങ്ങനെ പറഞ്ഞ അതേ നിമിഷത്തിൽ യാവോ നൈനാന്റെ ഇടത് കൈ ജൂലിയന്റെ തലയിൽ ഒന്ന് പതിക്കുകയും ചെയ്തു. ശരിക്കും ആ 5 വിരലുകൾ കൊണ്ട് അവൻ ആ തലയിൽ ഒന്ന് പ്രസ് ചെയ്തു. ആ നിമിഷത്തിൽ ജൂലിയന്റെ തല അങ്ങ് ചിതറി. ഒരു 9th ലെവലിലെ ട്രൂ സെയിന്റിന്റെ പീക്കിലാണ് ഇപ്പോ യാവോ നൈനാൻ. ആ പീക്ക് ലെവലിൽ നിൽക്കുന്ന യാവോ നൈനാന് ജൂലിയൻ ഒരു വിഷയമേ അല്ല. ജൂലിയന്റെ ഡെഡ് ബോഡി താഴേക്ക് വീഴുമ്പോൾ ഓടി വന്ന ആ ബാക്കി ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകൾ ശരിക്കും സ്റ്റക്കായി അങ്ങനെ നിന്നു പോവുകയാണ്. അവരങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ജൂലിയൻ അവരുടെ പ്രിയപ്പെട്ട ലീഡറാണ്. ആൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ജൂലിയൻ ചെയ്യും. ജൂലിയൻ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്ന വ്യക്തിയുമാണ്. മാർക്ക് ഫില്ലർക്ക് വേണ്ടി ജൂലിയൻ സ്വയം സമ്പാദിച്ച ആ കോയിനുകൾ വിട്ടുകൊടുത്ത വ്യക്തി കൂടിയാണ്. ആ ജൂലിയനാണ് തല തകർന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന ആ ഡീമൺ സ്ലെയിങ് പീക്കിലെ ആളുകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ യാവോ നൈനാൻ ഒന്ന് കറങ്ങി തിരിഞ്ഞതും അവരെല്ലാവരും കൊല്ലപ്പെട്ടു. യാവോ നൈനാന്റെ വേഗതയും പഞ്ചിന്റെ ആ പവറും ഡീമൺ സ്ലെയിങ് പീക്കുകാരെ ഏതാണ്ട് നിഷ്പ്രഭരാക്കിയെന്ന് പറയാം. ഈ സമയത്താണ് ജൂലി അവിടേക്ക് ഓടിയെത്തിയത്. ഫ്ലവർ ഗ്രാനിയുടെ ഡയറക്റ്റ് ശിഷ്യന്മാരിൽ മറ്റൊരാളാണ് ജൂലി. വാനിലെ പോലെ ഫ്ലവർ ഗ്രാനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ജൂലി ഓടിയെത്തിയതും അവൾ ആ കാഴ്ച കണ്ടു. ആ കാഴ്ച കണ്ടതും ജൂലി കൈയൊന്ന് അനക്കിയതും അവളുടെ കയ്യിൽ ഒരു കൂറ്റൻ ചാട്ടവാർ പ്രത്യക്ഷപ്പെട്ടു. അവൾ ആ ചാട്ടവാറുമായി മുന്നോട്ടൊന്ന് കുതിച്ചു. അവിടെ സംഭാഷണത്തിനൊന്നും ഒരു സാധ്യതയുമില്ല എന്നറിയാവുന്ന ജൂലി ആ ചാട്ടവാറുമായി മുന്നോട്ട് കുതിക്കുന്നതിനിടയിൽ ചാട്ടവാർ അന്തരീക്ഷത്തിലേക്ക് ആഞ്ഞൊന്ന് വീശി. ആ നിമിഷത്തിൽ ആ ചാട്ടവാറിൽ നിന്ന് അതിശക്തമായ ഒരു പോയിസൺ പുറത്തേക്ക് വരികയാണ്. ആ പോയിസൺ യാവോ നൈനാന്റെ നേർക്കാണ് പാഞ്ഞു വരുന്നത്. പക്ഷെ യാവോ നൈനാൻ തികച്ചും അക്ഷോഭ്യനാണ്. അക്ഷോഭ്യനായ ആ യാവോ നൈനാനെ പെട്ടെന്ന് ആ ചാട്ടവാറിന്റെ കൂടെയുള്ള ആ വിഷം പൂർണ്ണമായി അങ്ങ് വിഴുങ്ങി. നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും യാവോ നൈനാന്റെ ബോഡിയെ അത് പൂർണ്ണമായും അങ്ങ് വിഴുങ്ങുന്നത്. യാവോ നൈനാനെ ആ വിഷം വിഴുങ്ങിയത് കണ്ടതും ഡീമൺ സ്ലെയിങ് പീക്കിലും അതുപോലെ ആ ഫ്ലവർ പീക്കിലുമുള്ള ബാക്കിയുള്ള ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ജൂലിയോട് പറഞ്ഞു, ജൂലി അതെന്തായാലും നന്നായി. അങ്ങനെ ആ ആളുകൾ പറയുന്ന അതേ നിമിഷത്തിൽ വിഷപ്പുകയിൽ മൂടി നിന്ന ആ കവറിനകത്ത് നിന്ന് ഒരാൾ പുറത്തേക്ക് നടന്നു. ആ ആളെ കണ്ട ആ ഫ്ലവർ പീക്കിന് മുകളിലുള്ള മുഴുവൻ ആളുകളും അക്ഷരാർത്ഥത്തിൽ അമ്പരന്ന് വാവിളിച്ചു പോവുകയാണ്. അത് ഒരു പ്രേതമാണ്. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലുള്ള ഒരു പ്രേതം, ഒരു ഡെഡ് ബോഡി. ആ ഡെഡ് ബോഡി ആ പുകയ്ക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് നടന്നു വരികയാണ്. തൊട്ടുപുറകെ സാക്ഷൽ യാവോ നൈനാനുമുണ്ട്. ആ കാഴ്ച കണ്ട ജൂലി ആകെ സ്റ്റക്കായി.
അവളുടെ സർവ്വശക്തിയും എടുത്തിട്ടാണ് അവള് നേരത്തെ യാവോ നൈനാനെ പ്രഹരിച്ചത്. ആ പ്രഹരം ഇതാ വൃഥാവിലായിരിക്കുകയാണ്. പക്ഷേ അമാന്തിച്ചിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ജൂലി വീണ്ടും അവളെ ചാട്ടവാർ ചുഴറ്റിയതും യാവോ നൈനാൻ കൈ ഒന്ന് പൊക്കി. യാവോ നൈനാൻ കൈ പൊക്കിയതും തൊട്ടു മുന്നിലുള്ള ആ ഡെഡ് ബോഡിയും കൈ പൊക്കി. ആ ഡെഡ് ബോഡിയുടെ കൈ അങ്ങനെ പൊങ്ങി വന്നതും യാവോ നൈനാൻ കൈ പുറകോട്ട് വലിച്ച് മുന്നോട്ട് ഒരൊറ്റ ഇടി. അതേപോലെ ആ ഡെഡ് ബോഡിയുടെ കൈയും പുറകിലോട്ട് വന്ന് മുന്നോട്ടൊരൊറ്റ കുതിപ്പ്. ആ ഡെഡ് ബോഡിയുടെ കൈ മുന്നോട്ട് പാഞ്ഞു വരുമ്പോൾ ജൂലി ആ ചാട്ടവാറുമായി അതുപോലെ മുന്നോട്ട് കുതിക്കുകയാണ്. ചാട്ടവാറുമായി മുന്നോട്ട് കുതിക്കുന്ന ജൂലിയുടെ നെഞ്ചിലേക്ക് തന്നെ ആ ഇടി ഇടിച്ചു കയറി. അതിശക്തമായ ആ പഞ്ച് ജൂലിയുടെ ബോഡിയിൽ പതിച്ചതും ജൂലി കഷ്ണങ്ങളായി ചിതറി. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരാളുടെ കൈക്കരുത്ത് ജൂലിയെ പോലെ ഒരു ട്രൂ സെയിന്റിന് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ജൂലി അവിടെ ചിതറിത്തെറിക്കുന്ന കാഴ്ച ബാക്കി ഉണ്ടായിരുന്ന ആ ഫ്ലവർ പീക്കിലെ യോദ്ധാക്കൾ കണ്ടു. സകലരും ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഇതുവരെ അവരാരും സങ്കല്പിക്കാതിരുന്ന ശൈലിയിലുള്ള ഒരു ആക്രമണമാണ് ആ ഫ്ലവർ പീക്കിൽ നടക്കുന്നത്. ഫ്ലവർ പീക്കിലെ ആളുകളൊക്കെ അങ്ങനെ സ്തംഭിച്ചു നിൽക്കുമ്പോൾ യാവോ നൈനാൻ തിരിഞ്ഞ് മുകളിൽ കാണുന്ന സ്ഥലത്തേക്ക് നോക്കി. അവിടെ ആ മലയുടെ മുകളിൽ സാക്ഷാൽ എമിലി ബ്ലാക്ക് ചമ്രം പണിഞ്ഞിരിക്കുകയാണ്. എമിലിയുടെ മുകളിൽ ആകാശത്ത് ആ സമയത്ത് പല നിറത്തിലുള്ള മേഘങ്ങൾ നമുക്ക് കാണാം. ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എമിലി ബ്ലാക്ക്. അത് കണ്ട് യാവോ നൈനാൻ ഉറക്കെ ഒന്ന് ചിരിച്ചു. എമിലി, എനിക്ക് മുൻപേ ട്രിബുലേഷൻ ലെവലിലേക്ക് കടക്കാനുള്ള നിന്റെ മോഹം അത് ഇനി വേണ്ട. നിന്നെ ഞാനിതാ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാവോ നൈനാൻ ആ നിന്ന സ്ഥലത്ത് നിന്ന് ഒരൊറ്റ കുതിപ്പ്. അവൻ അതിവേഗം ആകാശത്തെത്തി. ആകാശത്തേക്ക് വരുന്ന യാവോ നൈനാന്റെ വിശ്വരൂപം അവിടെ താഴെ നിൽക്കുന്ന ആളുകൾക്ക് കാണാം. അവനൊപ്പം ആ അതിശക്തമായ ഡെഡ് ബോഡിയുമുണ്ട്. ആ ഡെഡ് ബോഡിയുടെ ശക്തി സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ച യാവോ നൈനാൻ കൈ ഒന്ന് ഉയർത്തി താഴേക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ഡെഡ് ബോഡിയുടെ ശക്തി തന്റെ ബോഡിയിലേക്ക് ആവാഹിച്ച യാവോ നൈനാൻ ആകാശത്തുനിന്ന് എമിലി ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. എമിലിയുടെ തൊട്ട് മുകളിലെത്തിയ യാവോ നൈനാൻ കൈയൊന്ന് ഉയർത്തി എമിലി ആഞ്ഞടിക്കാൻ പോയതും അയാളുടെ കയ്യിൽ ആരോ പിടിച്ചു. അയാളുടെ കൈ അയാൾക്ക് സ്വാഭാവികമായിട്ടും ആ കൈ ആ കൈ അന്തരീക്ഷത്തിൽ അങ്ങനെ നിന്നു. ആ കൈ അങ്ങനെ നിന്നതും യാവോ നൈനാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ കണ്ടത് സാക്ഷാൽ മാർക്ക് ഫെല്ലറെയാണ്. മാർക്കിനെ പെട്ടെന്ന് തൊട്ടടുത്ത് കണ്ടപ്പോൾ യാവോ ഒന്ന് പരിങ്ങി. പക്ഷെ അത് ഒരു നിമിഷത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. യാവോ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്നെ തിരക്കിയാടാ ഞാനിവിടെ വന്നത്. നിന്നെ ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ട് യാവോ നൈനാൻ ആ ഡെഡ് ബോഡിയുടെ കരുത്ത് ആവാഹിച്ച കൈകൊണ്ട് മാർക്ക് ഫെല്ലറെ ആഞ്ഞൊന്നിടിച്ചു. ശരിക്കും കൈ മുറുക്കി മാർക്കിന്റെ തലയിലേക്ക് യാവോ നൈനാൻ ആഞ്ഞൊന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയേറ്റതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് താഴേക്ക് വീണു. മാർക്ക് താഴേക്ക് താഴ്ന്നതും കൂടെ യാവോ നൈനാൻ താഴേക്ക് താഴ്ന്നു. യാവോ നൈനാൻ അനവധി തവണ മാർക്ക് ഫെല്ലറോട് പരാജയപ്പെട്ടതാണ്. ഹോളി റിജിൽ വെച്ചും പറഗേറ്റിൽ വെച്ചും അവൻ ദയനീയമായി മാർക്ക് ഫെല്ലറോട് പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയം അവന് നഷ്ടപ്പെടുത്തിയത് വളരെ വളരെ വലിയ കാര്യങ്ങളാണ്. യാവോ നൈനാന്റെ യാവോ കുടുംബത്തിൽ ഇപ്പോൾ യാവോ നൈനാന്റെ മുകളിൽ സാക്ഷാൽ യാവോ മെങ് ഉണ്ട്, മാർക്ക് ഫെല്ലറുടെ കൂട്ടുകാരി. യാവോ നൈനാൻ തന്നെയാണ് ഇപ്പോഴും ഹോളി സണ്ണെങ്കിലും അവന്റെ അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ അവനിൽ നിന്ന് യാവോ കുടുംബം എടുത്തു മാറ്റിയിരിക്കുകയാണ്. അവനേക്കാൾ പവർഫുൾ ആണ് യാവോ മെങ്. ആ നഷ്ടപ്പെട്ടു പോയ ആ അവകാശം തിരിച്ചു പിടിക്കണമെങ്കിൽ മാർക്ക് ഫെല്ലറെ കൊല്ലണം. ഇതാ മാർക്ക് ഫെല്ലറെ കൊല്ലാൻ അവനൊരു സുവർണ അവസരം കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ് സാക്ഷാൽ യാവോ നൈനാൻ. ആ നിമിഷത്തിൽ തറയിൽ ലാൻഡ് ചെയ്ത മാർക്ക് ഫെല്ലർ തന്റെ കൈ ആകാശത്തേക്ക് ഒന്ന് ഉയർത്തി. മാർക്കിന്റെ കൈ ആകാശത്തേക്ക് ഉയർന്ന ആ നിമിഷത്തിൽ ആകാശത്ത് നിന്ന് മിന്നൽ അതിവേഗം താഴേക്ക് പാഞ്ഞു വന്നു. താഴേക്ക് പാഞ്ഞു വരുന്ന മിന്നലിനെ മാർക്ക് പെട്ടെന്ന് യാവോയുടെ തലയ്ക്ക് തിരെ ചൂണ്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് യാവോയ്ക്ക് മനസ്സിലാകും മുമ്പ് ആ മിന്നൽ യാവോ നൈനാന്റെ തലയിൽ പതിച്ചു. തലയിൽ പതിച്ച ആ മിന്നൽ തലയിലൂടെ താഴേക്ക് എങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഈ കാഴ്ച യാവോ നൈനാനൊപ്പം എത്തിയ യാവോ കുടുംബത്തിലെയും യാൻ കുടുംബത്തിലെയും ജിയാൻ കുടുംബത്തിലെയും യോദ്ധാക്കളിൽ പലരും കണ്ടു. അവരൊരു ഗ്രൂപ്പായിട്ടാണ് ഈ ഫ്ലവർ പീക്കിലേക്ക് ഓടിയെത്തിയത്. ആ ആളുകൾ ശരിക്കും വാ പൊളിച്ച് ആ കാഴ്ച കാണുകയാണ്. മാർക്ക് ഫെല്ലർക്ക് മുന്നിലേക്ക് ഓടിയെത്തിയ യാവോ നൈനാൻ എരിഞ്ഞ് ചാമ്പലായി താഴേക്ക് വീഴുന്ന കാഴ്ച. ആ മിന്നൽ യാവോ നൈനാനെ പൂർണ്ണമായും തീർത്തു എന്ന് പറയാം.
താഴേക്ക് യാവുനൈനൻ അങ്ങനെ ചാമ്പലായി വീഴുമ്പോൾ അവൻ്റെ ബോഡി അതുപോലെ തന്നെ ഉണ്ടെന്ന് പറയാം. ബോഡി അടർന്ന് മാറിയിട്ടില്ല. ശരിക്കും അസാധ്യമായ എന്തോ കണ്ടതുപോലെ ഒരു ഫീല് യാവുനൈനന്റെ കണ്ണുകളിലുണ്ട്. എരിഞ്ഞൊരു കട്ട പോലെ ഇരിക്കുകയാണ്. ഈ കാഴ്ചയിൽ ആകെ സ്തംഭിച്ച് നിൽക്കുന്ന യാവോ കുടുംബത്തിലെയും ജിയാൻ കുടുംബത്തിലെയും യാൻ കുടുംബത്തിലെയും യോദ്ധാക്കളെ മാർക്ക് ഫെല്ലർ കണ്ടു. അടുത്ത നിമിഷം മാർക്കിന്റെ കൈ ഒന്നുകൂടെ നനങ്ങി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ടീമുകളിൽ നല്ലൊരു ഭാഗം അവസാനിച്ചു. ഈ നിമിഷത്തിൽ അവിടേക്ക് ആ ഫ്ലവർ പീക്കിലെ ആളുകൾ ഓടിയെത്തി. അവരെല്ലാവരും മാർക്കിനടുത്തേക്ക് ഓടിയെത്തുകയാണ്. മാർക്ക്, താങ്ക് യു മാർക്ക്, ഒരു വലിയ ആപത്തു നിന്ന് മാർക്ക് ഞങ്ങളെ രക്ഷിച്ചത്. അങ്ങനെ അവർ പറയുമ്പോൾ മാർക്കിന്റെ കണ്ണുകൾ താഴെ വീണ് കിടക്കുന്ന അനവധി ആളുകൾ പതിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒരാള് വാനിലയാണ്. മാർക്ക് ഫെല്ലർക്കൊപ്പം ആ ലൈഫ് ഓഫ് വാട്ടർ നേടാൻ വേണ്ടി ആ മലയുടെ മുകളിൽ മാർക്കിനൊപ്പം യാത്ര ചെയ്ത അതേ വാനില, അതിശക്തിയായിരുന്നു വാനില. ആ വാനില ഇത് ഡെഡ് ബോഡിയായി അവിടെ കിടക്കുകയാണ്. അതിൻ്റെ അടുത്തായി ഡീമൺ സ്ലെയിങ് പീക്കിന്റെ ആ ഉജ്ജ്വലനായ നേതാവ് ചെറുപ്പക്കാരനായ ജൂലിയൻ നിശ്ചലായി കിടക്കുകയാണ്. തൊട്ട് സമീപത്ത് തന്നെ ആ സോങ് ബായി ഉണ്ട്. ഡീമൺ സ്ലെയിങ് പീക്കിൽ വെച്ച് മാർക്കുമായും ആദ്യം ഒന്ന് ഏറ്റുമുട്ടി പിന്നീട് സൗഹൃദം ഉണ്ടാക്കിയെടുത്ത അതേ സോങ് ബായി, മാർക്കിനെ സ്വന്തം സഹോദരനായി കണ്ട അതേ സോങ് ബായി. ഇതിനു പുറമെ ഫ്ലവർ ഗ്രാൻഡിയുടെ പ്രിയപ്പെട്ട ശിഷ്യ ജൂലിയും അവിടെ നിശ്ചലായി കിടക്കുകയാണ്. വേറെയും അനവധി ആളുകളുണ്ട്. അവരുടെ ആ ഡെഡ് ബോഡികളിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ ദേഷ്യം അങ്ങനെ ഇരച്ചു കയറുകയാണ്. ഈ സമയത്ത് ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് അനവധി ആളുകൾ ആ ഫ്ലവർ പീക്കിലേക്ക് അതിവേഗം മൂവ് ചെയ്യാണ്. ഫ്ലവർ പീക്കിൽ ഒരു അറ്റാക്ക് ഉണ്ടായ കാര്യം അറിഞ്ഞ ആ നിമിഷത്തിൽ അവിടേക്ക് ജൂലിയന്റെ നേതൃത്വത്തിൽ ഒരു ടീം തിരിച്ചിരുന്നു. തൊട്ടുപുറകെ അടുത്ത ടീം വരികയാണ്. അടുത്ത ടീമിന് നേതൃത്വം കൊടുക്കുന്നത് ആ ഡീമൺ സ്ലെയിങ് പീക്കിന്റെ പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്ററാണ്. ഹാൻസ് പീറ്ററും ടീമും ആ ഫ്ലവർ പീക്കിലേക്ക് ഓടി എത്തുമ്പോൾ പെട്ടെന്ന് അവരുടെ മുന്നിൽ ചില ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. ഹാൻസ് പീറ്ററും ടീമിനെ തടഞ്ഞ ടീമിന്റെ നേതാവ് ഹാൻസ് പീറ്ററോട് പറഞ്ഞു, ഏയ് എവിടേക്കാ നിങ്ങളുടെ യാത്ര? ഏയ് ഞങ്ങൾ ഫ്ലവർ പീക്കിലേക്ക് പോവുകയാണ്, അവിടേക്ക് ഇനി പോണ്ട. ഏയ് അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ്? അങ്ങനെ ഹാൻസ് പീറ്റർ ചോദിച്ചതും കൂടെയുള്ള ആള് ആ അപരിചിതനെ ഹാൻസ് പീറ്റർക്ക് പരിചയപ്പെടുത്തി. ഇതാണ് ജിയാങ് ടിയാൻ. ജിയാങ് കുടുംബത്തിന്റെ അതിശക്തനായ യോദ്ധാവാണ് ജിയാങ് ടിയാൻ. ജിയാങ് ടിയാനും ഒരു ട്രൂ സെയിന്റ് ആണ്. ട്രൂ സെയിന്റിൽ 9th ലെവലിലുമാണ്, 9th ലെവലിലെ പീക്ക് സ്റ്റേജിലുമാണ് ജിയാങ് ടിയാൻ. ശരിക്കും അതിശക്തൻ. ജിയാങ് ടിയാനെ കുറിച്ച് ഹാൻസ് പീറ്റർ കേട്ടിട്ടുണ്ട്. ഹാൻസ് പീറ്റർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. അവിടെ ആ ഫ്ലവർ പീക്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റാത്ത ശൈലിയിൽ അയാളെ ജിയാങ് ടിയാൻ തടുത്ത് നിർത്തിയിരിക്കുകയാണ്. ജിയാങ് ടിയാൻ അമ്പരം നിൽക്കുന്ന ആ ഹാൻസ് പീറ്ററോട് പറഞ്ഞു, നോക്ക്, തണ്ടർ കോർട്ട്യാർഡുമായിട്ട് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. നിങ്ങൾ അടങ്ങി നിന്നാൽ മര്യാദയ്ക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. ഞങ്ങൾക്ക് വേണ്ടത് മാർക്ക് ഫെല്ലറെയാണ്. ഞങ്ങൾക്ക് അവനെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. തണ്ടർ കോർട്ട്യാർഡുമായിട്ട് ഒരു ഫൈറ്റിന് ഇല്ല എന്ന് ജിയാങ് ടിയാൻ വ്യക്തമാക്കിയതും പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്റർ അയാളോട് പറഞ്ഞു, ഏയ് ഞങ്ങളുടെ തണ്ടർ കോർട്ട്യാർഡിൽ വന്നിട്ട് ഈ ശൈലിയിൽ പെരുമാറിയ നിങ്ങളെ ആരും ഞങ്ങൾ വെറുതെ വിടില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് പീറ്റർ അയാളുടെ ഓറ റിലീസ് ചെയ്ത അതേ നിമിഷത്തിൽ അയാളുടെ കയ്യിൽ ഒരു സീലും പ്രത്യക്ഷപ്പെട്ടു. അതിശക്തമായ പ്രഷർ ജലിപ്പിക്കുന്ന ആ സീലുമായി അയാൾ മുന്നോട്ട് കുതിക്കുകയാണ്. ശരിക്കും ഒരു ഷീൽഡ് പോലെ അയാൾ ആ സീല് പിടിച്ചിരിക്കുകയാണെന്ന് പറയാം. ഒരു മാന്ത്രിക സീല്. ആ കാഴ്ച കണ്ട ജിയാങ് ടിയാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ജിയാങ് ടിയാൻ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ഹാൻസ് പീറ്ററെ ഒന്ന് ചിരിച്ചുകൊണ്ട് നോക്കിയിട്ട് ഇടത് കൈകൊണ്ട് ഒരൊറ്റ ഇടി. ജിയാങ് ടിയാന്റെ ആ ഇടി ഹാൻസ് പീറ്ററുടെ ആ സീലി പതിഞ്ഞ നിമിഷത്തിൽ ആ സീല് അങ്ങ് തകർന്നു. ഹാൻസ് പീറ്റർ ഒന്ന് തെറിച്ചതും ജിയാങ് ടിയാൻ കൈയൊന്നുയർത്തി. ജിയാങ് ടിയാൻ ആ കൈയൊന്നുയർത്തിയതും അയാളുടെ കയ്യിൽ പച്ച നിറത്തിലുള്ള ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആ വാള് ഒന്ന് അനക്കിയതും മുടിനാരിഴയുടെ അത്രമാത്രം വലിപ്പത്തിൽ ഒരു പച്ച പ്രകാശം പീക്ക് മാസ്റ്റർ ഹാൻസ് ടിയാന്റെ ആ സീല് പിടിച്ചിരിക്കുന്ന കൈയിലൂടെ അങ്ങ് കടന്നുപോയി. ആ നിമിഷത്തിൽ ഹാൻസ് പീറ്ററുടെ കൈ അറ്റ് താഴേക്ക് വീണു. അറ്റ് വീഴുന്ന കൈ കണ്ട ഹാൻസ് അമ്പരപ്പോടെ ആ കൈയിലേക്ക് നോക്കുമ്പോൾ ജിയാങ് ടിയാൻ ഒരിക്കൽ കൂടി കൈയൊന്ന് അനക്കി. ആ നിമിഷത്തിൽ പീറ്ററുടെ കാല് അറ്റ് താഴെ വീണു.
തൻ്റെ അറ്റുപോകുന്ന കാലിൽ നിന്ന് മുറിയുന്ന കണ്ട പീക്ക് മാസ്റ്റർ ഹാൻസ് പീറ്റർ മുട്ടുകുത്തി താഴേക്ക് വീഴുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നതും ആ ചിന്തയാണ്. അയാളും ആ ഹോളി റീജിയനിലെ ആളുകളും തമ്മിലുള്ള കപ്പാസിറ്റിയിലുള്ള വ്യത്യാസം. ഹാൻസ് പീറ്റർ ഒരു ട്രൂ സെയിന്റ് ആണ്, ഒരു 6th ലെവൽ ട്രൂ സെയിന്റ് ആണ് ഹാൻസ് പീറ്റർ. പക്ഷെ അയാളും ആ 9th ലെവലിലുള്ള ട്രൂ സെയിന്റ് ആയ ജാങ് ടിയാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ചിരിച്ചുകൊണ്ടാണ് ജാങ് ടിയാൻ ആ കൈകൾ അനക്കിയത്. താഴേക്ക് വീണ ഹാൻസ് പീറ്ററെ ഒന്ന് നോക്കിയിട്ട് ജാങ് ടിയാൻ കൈ ഒന്നുകൂടി അനക്കി. അയാളുടെ കയ്യിലെ ആ പച്ച വാള് ഒരിക്കൽ കൂടി പ്രകാശിച്ചു. ആ വാളിന്റെ പ്രകാശം ലക്ഷ്യമിടുന്നത് ഹാൻസ് പീറ്ററുടെ കഴുത്താണ്. ഹാൻസ് പീറ്ററുടെ കഴുത്തിലേക്ക് ആ പച്ച പ്രകാശം പതിക്കാറായ ആ നിമിഷത്തിൽ ആ പ്രകാശത്തിലേക്ക് ഒരു മിന്നൽ പതിച്ചു. അതിശക്തമായ ഒരു മിന്നൽ ആ പ്രകാശത്തിൽ വന്ന് പതിച്ചതും ആ പ്രകാശം അങ്ങ് ചിതറി. അമ്പരപ്പോടെ ജാങ് ടിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ തൊട്ടു മുന്നിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ഉണ്ട്. മാർക്ക് ഫെല്ലറെ കണ്ടതും ജാങ് ടിയാൻ അവരോട് പറഞ്ഞു, മാർക്ക്, നീ വെറും ഒരു 4th ലെവൽ ട്രൂ സെയിന്റ് ആണ്. നിനക്ക് എന്നോട് ഏറ്റുമുട്ടാനുള്ള ധൈര്യം ഉണ്ടായല്ലേ? അങ്ങനെ പറഞ്ഞതിന് ശേഷം ജാങ് ടിയാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ആ സൂലിൻ ഗ്ലൗ ഉണ്ടല്ലോ, അതായിരുന്നുവല്ലോ നിന്റെ ശക്തി. മാർക്ക്, അത് പോയോടുകൂടി നീ വെറും ഒരു സാധാരണക്കാരനായിരിക്കുകയാണ്. ഒരു ട്രൂ സെയിന്റിന്റെ ശക്തി അതെന്താണെന്ന് നീ ഇതാ അറിയാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വലത് കൈ ഒന്ന് ഉയർത്തിയതും ആ പച്ച വാളയെന്ന് അതിശക്തമായ പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വന്നു. അതിശക്തമായ പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വരുമ്പോൾ മാർക്ക് ജാങ് ടിയാനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. തനിക്ക് നേരെ പാഞ്ഞു വന്ന പ്രകാശത്തെ മാർക്ക് ഫെല്ലർ തടുത്തില്ല എന്നതാണ് സത്യം. മാർക്കിന്റെ പുറത്ത് ആ പ്രകാശം പതിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ബോഡി കഷ്ണങ്ങളായി മുറിയേണ്ടതാണ്. മാർക്കിന്റെ പുറത്ത് ആ പ്രകാശം പതിച്ചു. സാധാരണഗതിയിൽ ആ പ്രകാശം പതിക്കുമ്പോൾ ആ ബോഡി കഷ്ണങ്ങളായി ചിതറും. പക്ഷേ മാർക്ക് കൈകൊണ്ട് പുറത്ത് പൊടി തട്ടുന്ന ഒരു കാഴ്ചയാണ് ജാങ് ടിയാൻ കണ്ടത്. അയാൾക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ച. പക്ഷെ അടുത്ത നിമിഷത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചു. മാർക്ക് ഫെല്ലറുടെ ഇടത് കൈ ഒന്ന് ചലിച്ചതും ആകാശത്തുനിന്ന് ഒരു മിന്നൽ ജാങ് ടിയാന്റെ തലയിൽ പതിച്ചു. ആ നിമിഷത്തിൽ ജാങ് ടിയാന്റെ തല അങ്ങ് ചിതറി. ജാങ് ടിയാൻ ജിയാങ് കുടുംബത്തിലെ അതിശക്തനായ ഒരു 9th ലെവൽ പീക്ക് സ്റ്റേജിലെ ഒരു ട്രൂ സെയിന്റ് ആണ്. അതിശക്തൻ. ആ ശക്തന്റെ തല ചിതറുന്നത് ഈ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്ന മറ്റു പലരും കണ്ടു. മാർക്ക് ഫെല്ലർ ചുറ്റും നോക്കുമ്പോൾ കുറെ യോദ്ധാക്കളുണ്ട്. ഈ സംഭവം അവിടെ അങ്ങനെ അരങ്ങേറുമ്പോൾ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ആ 3 ഹോളി ലോർഡുകളെയും നേരിടുകയാണ്. ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും അതിശക്തരാണ്. രണ്ടുപേരും വ്യക്തിപരമായി ആ 3 ഹോളി ലോർഡുകളെക്കാൾ ശക്തരാണെങ്കിലും ആ 3 പേരും അവരുടെ കയ്യിലിരിക്കുന്ന ഡിവൈൻ വെപ്പണുകളും ചേരുമ്പോൾ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് ഏതാണ്ട് സമാസമത്തിൽ നിൽക്കുകയാണ്. അതിശക്തമായ ഫൈറ്റാണ് ശരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും തണ്ടർ കോട്ടയാടിനകത്തേക്ക് പാഞ്ഞു കയറാതിരിക്കാൻ ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ചേർന്ന് ശക്തമായ ഒരു ഡിഫൻസ് ഒരുക്കിയിരിക്കുകയാണ്. ആ ഹോളി ലോർഡുകൾ അവരുടെ കൈവശമുള്ള ആ കിടിലം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും നേരിടുന്ന ആ സമയത്ത് യാവോ കുടുംബത്തിന്റെ ആ ഹോളി ലോർഡ് ഡീൻലിയോട് പറഞ്ഞു, ഹേയ് ഡീൻലി, ഞങ്ങൾക്ക് നിങ്ങളോട് മത്സരിച്ച് ജയിക്കണമെന്നൊന്നും താല്പര്യമില്ല. ഞങ്ങൾ ഇവിടെ വന്നത് ആ മാർക്ക് ഫെല്ലർക്ക് വേണ്ടിയാണ്. അവനിപ്പോ ഞങ്ങളുടെ കുടുംബത്തിലെ നൈനാൻ പിടികൂടിയിട്ടുണ്ടാവും. നൈനാൻ മാർക്കിനെ പിടികൂടി കഴിഞ്ഞാൽ ഉടൻ ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. തണ്ടർ കോട്ടിയാടുമായിട്ട് ഒരു മത്സരത്തിന് ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആ 3 കുടുംബങ്ങൾക്കും താല്പര്യമില്ല എന്ന് യാവോ സെനിന്റെ വാക്കുകൾ വിളിച്ചു പറയുകയാണ്. യാവോ സെൻ അങ്ങനെ പറഞ്ഞതും ഒരാള് രക്തത്തിൽ കുളിച്ച് അങ്ങോട്ട് ഓടിയെത്തി. ആ ഓടി വന്ന ആ യോദ്ധാവ് ഉറക്കെ യാവോ സെനിനോട് പറഞ്ഞു, യുവർ ലോർഡ്, നമ്മുടെ ഹോളിസൺ കൊല്ലപ്പെട്ടു. ഹോളിസൺ കൊല്ലപ്പെട്ടെന്നോ? നീ എന്തായി പറയുന്നത്? അതെ, മാർക്ക് ഫെല്ലർ ഹോളിസണിനെ കൊന്നു. ഞെട്ടിപ്പിക്കുന്ന ആ വാചകം ആ യാവോ സെനിനെ ശരിക്കും ഒന്ന് ഭയപ്പെടുത്തുകയും ദേഷ്യപ്പെടുത്തുകയും ഒരുമിച്ച് ചെയ്തിരിക്കുകയാണ്. യാവോ നൈനാൻ യാവോ കുടുംബത്തിന്റെ ഹോളിസൺ മാത്രമല്ല, യാവോ സെനിന്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് യാവോ നൈനാൻ. അതുകൊണ്ട് തന്നെ ആ വാർത്ത യാവോ സെനിനെ ശരിക്കും ദേഷ്യം പിടിപ്പിച്ചു. ആ നിമിഷത്തിലാണ്
മറ്റൊരാൾ കൂടി അവിടേക്ക് ഓടിയെത്തിയ ആള് ഉറക്കെ ജിയാങ് കുടുംബത്തിന്റെ ജിയാങ് ഫെങ്ങിനോട് പറഞ്ഞു, യുവർ ലോർഡ്സ്, നമ്മുടെ ജിയാങ് ടിയാൻ കൊല്ലപ്പെട്ടു. ജിയാങ് ടിയാൻ കൊല്ലപ്പെട്ടെന്നോ? ജിയാങ് ഫെങ്ങിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജിയാങ് കുടുംബത്തിന്റെ ഹോളി സൺ അല്ല ജിയാങ് ടിയാൻ. പക്ഷേ ജിയാങ് ടിയാൻ അതിശക്തനാണ്. 9th ലെവലിലെ ട്രൂ സെയിന്റുമാണ്. ആ 9th ലെവലിൽ തന്നെ പീക്ക് സ്റ്റേജിലുമാണ് ഈ ജിയാങ് ടിയാൻ. അയാൾ കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ, ഹേയ്, നീ എന്താ പറഞ്ഞത്? യുവർ ലോർഡ്സ്, മാർക്ക് ഫെല്ലറാണ് ജിയാങ് ടിയാനെ കൊന്നത്. ആ ഡയലോഗ് കേട്ടതും ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ഒന്ന് ചിരിച്ചു. അവര് പ്രതീക്ഷിച്ച കാര്യം ഇതാ സംഭവിച്ചിരിക്കുന്നു. അവര് ആ 3 ഹോളി ലോർഡുകളെയും അധികം ബുദ്ധിമുട്ടിക്കാതെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു. വലിയ അറ്റാക്കൊന്നും അവർക്ക് നേരെ ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും നടത്തിയിട്ടില്ല എന്നതാണ് ശരി. അവര് മാർക്ക് ഫെല്ലർ വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാം. അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞത്. ആ നിമിഷത്തിൽ ജിയാങ് ഫെങ് ആ വന്ന ആളോട് ചോദിച്ചു, ഹോളി സൺ അവിടെയില്ലേ? ജിയാങ് കുടുംബത്തിന്റെ ഹോളി സണ്ണും ഈ യുദ്ധത്തിന്റെ ഭാഗമാണ്. പക്ഷെ അയാള് അവിടെ ഉണ്ടോ എന്ന ചോദ്യത്തിന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഹോളി സൺ അങ്ങോട്ട് എത്തിയിട്ടില്ല. അത് കേട്ടപ്പോ ആ ജിയാങ് ഫെങ്ങിന് ഒരു ആശ്വാസമായി. ഹോളി സൺ ചിലപ്പോ ആ കുടുംബത്തിലെ കാരണവരുടെ മകനാകാം, അല്ലെങ്കിൽ ബന്ധുവാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം. പക്ഷെ ആ ആളെ, ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബം വളരെ ഉയർന്ന നിലയിലെ കാണുക. ഹോളി സണ്ണിന് ഒന്നും പറ്റിയിട്ടില്ലെന്ന് കേട്ടപ്പോൾ ജിയാങ് ഫെങ്ങിന് ഒരു ആശ്വാസം ഉണ്ടായി. അടുത്ത നിമിഷത്തിൽ ജിയാങ് ഫെങ്ങും യൺ സെന്നും യാവോ ഷെന്നും ശരിക്കും ദേഷ്യത്തോടെ ഡീൻ ലേയും അതുപോലെ ഫ്ലവർ ഗ്രാനിയെ നോക്കി. ആ തലതിരിഞ്ഞ മാർക്ക് ഫെല്ലർ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കയറി കളിച്ചിരിക്കുകയാണ്. അത് കേട്ടതും ഡീൻ ലീ അയാളോട് പറഞ്ഞു, ഈ തണ്ടർ കോട്ടിയാടി വന്നിട്ട് ഇവിടെയുള്ള ആളുകളെ ആക്രമിച്ച നിങ്ങളാണോ, മാർക്കാണോ ശരിക്കും കുറ്റക്കാർ? അങ്ങനെ ഡീൻ ലീ ചോദിക്കുമ്പോഴേക്കും ഒരു പ്രകാശം ഡീൻ ലീയുടെ അടുത്ത് പാഞ്ഞെത്തി. ആ പ്രകാശം പെട്ടെന്ന് തന്നെ ഒരാളിന്റെ രൂപത്തിലേക്ക് മാറി എന്ന് പറയാം. ശരിക്കും പ്രകാശത്തോടൊപ്പം മാർക്ക് ഫെല്ലറും കൂടി അവിടെ എത്തിയതാണ്. മാർക്ക് ഡീൻ ലീക്കും ഫ്ലവർ ഗ്രാനിക്കും ഒപ്പം അങ്ങനെ നിന്നതും ദേഷ്യം കൊണ്ട് ഉറയ്ക്കുന്ന ആ യാവോ കുടുംബത്തിന്റെ ഹോളി ലോർഡ് യാവോ സെൻ അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും അതിശക്തമായ ഒരു പ്രകാശം അയാൾക്ക് ചുറ്റുമുണ്ടായി. ആ പ്രകാശം അയാൾക്ക് ചുറ്റുമുണ്ടായതും അയാള് 2 കൈയും ആകാശത്തേക്ക് ഉയർത്തി. ആ നിമിഷത്തിൽ ആകാശത്ത് പെട്ടെന്ന് കുറേയേറെ നക്ഷത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ ആ പ്രകാശം സൃഷ്ടിച്ച ആ നക്ഷത്രങ്ങൾ അടുത്ത നിമിഷത്തിൽ തുരുതുരയായി താഴേക്ക് പാഞ്ഞു വരികയാണ്. ആലിപ്പഴം വീഴുമ്പോലെ നക്ഷത്രങ്ങൾ ഡീൻ ലീക്കും മാർക്ക് ഫെല്ലർക്കും ഫ്ലവർ ഗ്രാനിക്കും നേരെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് കൈ ഒന്ന് അനക്കി. മാർക്കിന്റെ കൈ ഒന്ന് അനങ്ങിയതും ആകാശത്ത് തുരുതുര മിന്നലുകൾ ആ പാഞ്ഞു വരുന്ന നക്ഷത്രങ്ങളിലേക്ക് ഇടിച്ചു കയറാൻ തുടങ്ങി. ശരിക്കും കണ്ണം ചെക്കുന്ന സ്ഫോടനം അതിന്റെ ഫലമായി ആ ആകാശത്തുണ്ടായതും ഡീൻ ലീയും ഫ്ലവർ ഗ്രാനിയും ചേർന്ന് ആ ചുറ്റുമുള്ള പ്രദേശം പെട്ടെന്ന് സംരക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നു. അവരുടെ അതിശക്തമായ ആ ഓറ ഉപയോഗിച്ചുകൊണ്ട് അവര് ഒരു ബൗണ്ടറി തീർക്കുകയാണ്. ഇല്ലെങ്കിൽ ആ സ്ഫോടനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന തീജ്വല ആ എൻ്റെ തണ്ടർ കോട്ടിയാടിലും ഇടിച്ചു കയറും. ആ തണ്ടർ കോട്ടിയാടിനെ കത്തിക്കാൻ പര്യാപ്തമായ ശൈലിയിലുള്ള സ്ഫോടനങ്ങളും തീയുമാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്ക് ഫെല്ലറുടെ ആ ഇടിമിന്നലും സൃഷ്ടിച്ച ആ പരിപാടി കണ്ടതും ആ യൺ കുടുംബത്തിലെ ഹോളി ലോർഡ് സെൻ അയാളുടെ കൈ ഉയർത്തി അയാളുടെ ആക്ഷൻ കാണിക്കുകയാണ്. ആ ആക്ഷൻ കാണിച്ചതും ആ എൻറ്റിയർ മേഖലയും പെട്ടെന്ന് ഒന്ന് സീൽ ചെയ്യപ്പെട്ടു. ഹെവൻലി സീലിംഗ് ഓർബിറ്റ് എന്നുള്ള ആ യൺ കുടുംബത്തിന്റെ ആ ആക്ടിവിറ്റി മാർക്ക് ഫെല്ലർ നേരത്തെ എമിലി ബ്ലാക്കിനെ ആ ഹോളി റിജിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ രൂപീകരിക്കപ്പെട്ടതാണ്. അവിടെ അന്ന് ആ ഓർബിറ്റ് സൃഷ്ടിച്ചത് അവിടെയുള്ള സൂപ്പർ യോദ്ധാക്കളാണെങ്കിൽ ഇന്ന് ആ ഓർബിറ്റ് സൃഷ്ടിക്കുന്നത് അവരുടെ ഹോളി ലോർഡ് സെൻ തന്നെയാണ്. സെന്ന് ശരിക്കും ഒരു അസാമാന്യ പ്രതിഭാശാലിയാണ്. അയാളൊരു 9th ലെവലിലെ പീക്ക് ലെവലിലെ ഒരു ട്രൂ സെയിന്റുമാണ്. അയാൾ അതിശക്തമായ ആ ഓറ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ആ എൻറ്റിയർ മേഖലയും അങ്ങ് സീൽ ചെയ്തു. അത് കണ്ടതും യാവോ കുടുംബത്തിന്റെ ഹെഡ് യാവോ ഷാൻ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഇനി നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ആ ഡയലോഗ് പറഞ്ഞ യാവോ ഷാൻ അയാളുടെ കൈ ഒന്ന് അനക്കിയതും പെട്ടെന്നാണ് യാവോ ഷാന് മുന്നിലായി ഒരു കൂറ്റൻ ഡ്രാഗൺ പ്രത്യക്ഷപ്പെട്ടത്. ഒരു ചത്ത ഡ്രാഗണാണ്. പക്ഷെ ആ ഡ്രാഗന്റെ മുകളിൽ ഒരാള് ഇരിപ്പുണ്ട്. ഒരു അമ്പരപ്പിക്കുന്ന രൂപം, അങ്ങനെ നമുക്ക് ആ ആളിനെ വിളിക്കാൻ പറ്റും. നല്ല പൊക്കമുള്ള അതിശക്തനായ ആ വ്യക്തി നിശ്ചലനായി ഡ്രാഗന്റെ പുറത്തിരിക്കുകയാണ്. ഡ്രാഗന്റെ പുറത്തിരിക്കുന്ന ആ ആളെ ഒന്ന് നോക്കിയിട്ട് യാവോ ഷാൻ അയാളുടെ
നാക്ക് ഒന്ന് കടിച്ചു പൊട്ടിച്ചിട്ട് ആ രക്തം വലത് കൈകൊണ്ട് ഒന്ന് ചൂണ്ടിയെറിയുകയാണ്. ഇതൊക്കെ അതിവേഗത്തിലാണ് സംഭവിക്കുന്നത്. നാക്കിന്റെ തുമ്പിൽ നിന്ന് വീണ ആ രക്തത്തെ അയാൾ ആ വലത് കൈകൊണ്ട് ഒന്ന് തെറിപ്പിച്ചതും ആ രക്തം നേരെ ചെന്ന് വീണത് ആ ചത്ത ഡ്രാഗന്റെ മുകളിലിരിക്കുന്ന ചത്തതുപോലിരിക്കുന്ന ആ വ്യക്തിയുടെ പുറത്താണ്. അയാളുടെ പുറത്ത് ആ രക്തം വീണ ആ നിമിഷത്തിൽ അയാൾ പെട്ടെന്ന് അങ്ങ് എണീറ്റു. അത് കണ്ടതും ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് യാവോ കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ എംപറുടെ ഡെഡ് ബോഡിയാണ്. യാവോ കുടുംബത്തിലെ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ആ ഡെഡ് ബോഡി അവിടെ പ്രത്യക്ഷപ്പെട്ട ആ നിമിഷത്തിൽ ശരിക്കും അതിശക്തമായ ഒരു പ്രഷർ അവിടെ മുഴുവൻ അങ്ങ് വ്യാപിക്കുകയാണ്. ആ നിമിഷത്തിൽ തന്നെ ആ ഡ്രാഗന്റെ പുറത്തുനിന്ന് ആ ഇമ്മോർട്ടൽ ചക്രവർത്തി മാർക്കിന്റെ തൊട്ടു മുന്നിലെത്തി. മാർക്കിന്റെ മുന്നിലേക്ക് അയാൾ അതിവേഗം പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ ഡീൻലിയോടും ഫ്ലവർ ഗ്രാനിയോടും പറഞ്ഞു, ഏയ് നിങ്ങൾ മാറിക്കോ. രണ്ടുപേരും ആ നിമിഷത്തിൽ തന്നെ അതിവേഗം അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിയ ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും ചേർന്ന് ചുറ്റും അതിശക്തമായ ഒരു ബൗണ്ടറിയും തീർക്കുകയാണ്. ഈ സമയത്ത് ആകാശത്ത് ആ യൺ കുടുംബത്തിന്റെ സെൻ സൃഷ്ടിച്ച ഹെവൻലി സീലിംഗ് ഓർബിറ്റ് ഉണ്ട്. ആ എൻറ്റയർ മേഖലയും അവർ സീൽ ചെയ്തിരിക്കുകയാണ്. ആ സീൽ ചെയ്യപ്പെട്ട മേഖലയ്ക്ക് ഉള്ളിൽ തന്നെയാണ് ഇപ്പം ഡീൻലിയും അതുപോലെ ഫ്ലവർ ഗ്രാനിയും ഉള്ളത്. ഇതിന് പുറത്ത് തണ്ടർ കോർട്ട്യാർഡുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ ഈ കാഴ്ച കാണുന്നുണ്ട്. ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തി നേരിട്ട് ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് അവരാരും കണ്ടിട്ടില്ല. ഇവിടെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യാവോ കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി ഇതാ മാർക്ക് ഫെല്ലറെ നേരിടുകയാണ്. മാർക്കിന്റെ മുന്നിലേക്ക് എത്തിയ ആ ഇമ്മോർട്ടൽ ചക്രവർത്തി കൈ ഉയർത്തി ഒരു ഒറ്റയിടി. അതേ നിമിഷത്തിൽ മാർക്കും ആഞ്ഞ് തിരിച്ചിടിച്ചു. മാർക്കിന്റെ എൻറ്റയർ കരുത്തും മാർക്ക് ആ ഇടിയിൽ കൊടുത്തു എന്ന് പറയാം. പക്ഷെ മാർക്ക് ഫെല്ലർ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഇടിയേറ്റ് അവിടെ നിന്ന് തെറിച്ചു. ശരിക്കും ഒരു പട്ടം പൊട്ടി ദൂരേക്ക് തെറിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ പറന്നു പോകുന്ന പോലെ മാർക്ക് ഫെല്ലർ പുറകോട്ടങ്ങ് തെറിക്കുകയായിരുന്നു. മാർക്ക് പറന്നുപോയി ചെന്നിടിച്ചത് ആ തണ്ടർ കോർട്ട്യാർഡിനകത്തുള്ള ഒരു മലയിലാണ്. ആ മലയിൽ മാർക്ക് ഇടിച്ച ആ നിമിഷത്തിൽ മാർക്ക് കടന്നുപോയ വഴിയിലുണ്ടായിരുന്ന എല്ലാ ബൗണ്ടറികളും തകർന്നു എന്ന് പറയാം. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ചേർന്ന് ഉണ്ടാക്കിയെടുത്ത ആ ബൗണ്ടറിയും അതുപോലെ ഹെവൻലി ഓർബിറ്റും ഒക്കെ തകർന്ന തരിപ്പണമായി. ആ ശക്തിയിലാണ് ഇമ്മോർട്ടൽ ചക്രവർത്തി മാർക്കിനെ ഇടിച്ചത്. മാർക്ക് മലയിൽ ചെന്ന് ഇടിച്ചതും ആ മലയും തകർന്ന് താഴെ വീണു. ശരിക്കും ആ മല ഇങ്ങനെ തകർന്ന് താഴെ വീഴുന്നത് എല്ലാവർക്കും വ്യക്തമായി കാണാം. സകലരും ശ്വാസം അടക്കി പിടിച്ച് ആ മലയുടെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് മാർക്ക് ഫെല്ലർ എണീറ്റ് വന്നു. മാർക്ക് ആ ഇമ്മോർട്ടൽ ചക്രവർത്തി നോക്കിയിട്ട് അയാളോട് പറഞ്ഞു, കൊള്ളാം, ശരിക്കും ഇമ്മോർട്ടൽ ചക്രവർത്തിക്ക് അമാനുഷികമായ ബലം ഉണ്ടാകണം. പക്ഷേ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ പൂർണ്ണ ശക്തി ഇല്ല. അത് മാർക്കിന്റെ പുറത്ത് ഇടിച്ചപ്പോൾ തന്നെ മാർക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ശരിക്കും മുന്നോട്ട് കുതിക്കുകയായിരുന്നു. ഇമ്മോർട്ടൽ ചക്രവർത്തിയും അത് കണ്ടു. അയാളും മുന്നോട്ട് കുതിച്ചു. മുന്നോട്ട് കുതിച്ച ഇമ്മോർട്ടൽ ചക്രവർത്തിയും മാർക്ക് ഫെല്ലറും മുഖാമുഖം വരുമ്പോൾ മാർക്കിന്റെ വലത് കൈയിൽ നേരത്തെ മാർക്ക് ആ ജിയാങ് ടിയാന്റെ കയ്യിൽ നിന്നെടുത്ത ആ പച്ച വാളുണ്ട്. ആ പച്ച വാളിലേക്ക് മാർക്ക് തന്റെ സർവ്വശക്തിയും കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ പച്ച വാളിന് ഒരു പവർ ഉണ്ട്. ആ പവറിന് മുകളിലേക്കാണ് മാർക്ക് ഫെല്ലർ ഇമ്മോർട്ടൽ ചക്രവർത്തി ചിയാൻ ലീയുടെ ശക്തി ഇപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ആ തണ്ടർ കോർട്ട്യാർഡിന്റെ സൃഷ്ടാവ് ഇമ്മോർട്ടൽ ചക്രവർത്തി ചിയാൻ ലീ അയാളുടെ എല്ലാ ശക്തിയും മാർക്കിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ആ ശക്തി കടം കൊണ്ട മാർക്ക് ഫെല്ലർ ആ ശക്തി പൂർണ്ണമായും ആ വാളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ആകാശത്തേക്ക് പാഞ്ഞുയർന്ന് ആ യാവോ കുടുംബത്തിന്റെ ഇമ്മോർട്ടൽ ചക്രവർത്തിക്ക് നേരെ ആ പച്ച വാള് വീശുമ്പോൾ യാവോ കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തി അവന്റെ ആ വലത് കൈ ഒന്നുയർത്തി മാർക്ക് ഫെല്ലറെ ആഞ്ഞിടിക്കുകയാണ്. ആ പഞ്ചിലേക്കാണ് മാർക്കിന്റെ ആ പച്ചവാള് പതിക്കുന്നത്. ആ പച്ചവാള് സൃഷ്ടിച്ച ആ സോഡ് എനർജി ആ പഞ്ച് സൃഷ്ടിച്ച പവറിലേക്ക് ഇടിച്ചു കയറുമ്പോൾ ശരിക്കും ഒരു സ്ഫോടനം അവിടെ ഉണ്ടായി. അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായത് സാക്ഷൽ യാവോ ഷാനിലാണ്. ഹോളിലൂടെ യാവോ ഷാൻ അയാളുടെ സർവ്വശക്തിയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ ഡെഡ് ബോഡിയെ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. ശരിക്കും അയാളുടെ ഊർജം ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഊർജത്തോടൊപ്പം ചേർന്ന് ഒരു അമാനുഷിക സംഭവമായി മാറുകയായിരുന്നു. ആ അമാനുഷിക സംഭവത്തിലേക്കാണ് ഇമ്മോർട്ടൽ ചക്രവർത്തി ലീയുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ അറ്റാക്ക് ചെയ്തത്. ആ നിമിഷത്തിൽ ഇമ്മോർട്ടൽ ചക്രവർത്തി യാവോയുടെ ആ ഡെഡ് ബോഡി യാവോ ഷാനിന്റെ മുകളിലേക്ക് തെറിച്ചു വീണു.
ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച എന്നേ അതിനെ വിളിക്കാൻ പറ്റൂ. ആ നിമിഷത്തിൽ യാവോ ഷാന്റെ വായിലൂടെ ചോരയും നുരയും പതയൊക്കെ വന്നു തുടങ്ങി. ആ കാഴ്ച കണ്ട ഒരു എൽഡർ ഓടിയെത്തി യാവോ ഷാനെയും വലിച്ചെടുത്തുകൊണ്ട് ഒരൊറ്റ കുതിപ്പ്. അയാള് അവിടെ നിന്ന് അതിവേഗം ഓടി രക്ഷപ്പെടുകയാണ്. ആ ഓട്ടം കണ്ടതും ഈ ഹെവൻലി സീലിംഗ് ഓർബിറ്റൊക്കെ സൃഷ്ടിച്ചെന്ന യാൻ കുടുംബത്തിന്റെ സെന്നും അതുപോലെ ജിയാൻ കുടുംബത്തിന്റെ ആ ഫെങ്ങും തിരിഞ്ഞു നോക്കാതെ ഒരൊറ്റ ഓട്ടം. അവിടെ എല്ലാവരുടെയും പ്രതീക്ഷ യാവോ കുടുംബത്തിന്റെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ആ ഡെഡ് ബോഡിയിലായിരുന്നു. ആ ഡെഡ് ബോഡി മാർക്കിന് മുന്നിൽ പരാജയപ്പെട്ടപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയ ആ 3 ഹോളി ലോർഡുകളും സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയിൽ ഓടി ഒളിക്കുകയായിരുന്നു. ശരിക്കും അവർ പോയ വഴിയിൽ പുല്ലുപോലും പിന്നീട് കുരുക്കാൻ ഒത്തിരി പാടുപെടും. ആ വേഗത്തിലാണ് ആ മൂവർ സംഘം ഓടിയത്. യാവോ ഷാൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ്. ശരിക്കും മാർക്ക് ഫെല്ലർ ഇടിച്ചത് യാവോ ഷാൻ നിയന്ത്രിച്ച ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയിലാണെങ്കിലും പരിക്ക് പൂർണ്ണമായി ഏറ്റത് യാവോ ഷാനാണ്. യാവോ ഷാന്റെ ബോഡി നുറുങ്ങിയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് ഫെങ്ങിനും അതുപോലെ സെന്നിനും ഉള്ളത്. അതിന്റെ കാരണം ഫ്ലവർ ഗ്രാനിയും ഡീലിനും ചേർന്നുള്ള അറ്റാക്ക് ആ സമയത്ത് തന്നെ ഉണ്ടായതാണ്. മാർക്ക് ഫെല്ലറുടെ ഡിവൈൻ സെൻസും ഡീലിയുടെ ഡിവൈൻ സെൻസും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ കൂട്ട അറ്റാക്ക് ഉണ്ടായത്. ഇതെല്ലാം ഒരേ സമയത്താണ് സംഭവിച്ചത്. മാർക്ക് ഫെല്ലർ യാവോ ഷാനിന്റെ മുന്നിലുള്ള ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ആ ഡെഡ് ബോഡിയെ ആക്രമിച്ച അതേ സമയത്ത് ഹെവൻലി സീലിംഗ് ഓർബിറ്റ് കൺട്രോൾ ചെയ്യായിരുന്ന സെന്നിനെയും അതേപോലെ ജിയാങ് ഫെങ്ങിനെയും ഫ്ലവർ ഗ്രാനിയും ഡീലിനെയും കൂടി ആക്രമിച്ചപ്പോൾ അവർക്കും ഗുരുതരമായി പരിക്കേറ്റു. അതുകൊണ്ടാണ് ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി വീണ ആ നിമിഷത്തിൽ ആ മൂവർ സംഘം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. അവര് ഓടി രക്ഷപ്പെട്ട കണ്ടതും ഡീൻലി മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ഡീൻലി മാർക്കിന്റെ അടുത്തേക്ക് വന്ന ആ നിമിഷത്തിൽ ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്നത് യാവോ കുടുംബത്തിലെ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയാണ്. അതിന് കുറച്ച് ബോധം വരുത്തിയതിനു ശേഷമാണ് ആ യാവോ കുടുംബത്തിന്റെ കാരണവരായ യാവോ ഷാൻ ഓടി രക്ഷപ്പെട്ടിരുന്നത്. ഓടിപ്പോകുന്നതിനിടയിലാണ് യാവോ ഷാൻ ആ ഡെഡ് ബോഡിയെ കുറിച്ച് ആലോചിക്കുന്നത്. അയാൾ ഉടൻ തന്നെ യാവോ കുടുംബത്തിലെ ഒരു സൂപ്പർ എൽഡറോട് ആ ബോഡി എടുത്തുകൊണ്ട് വരാനായി ആജ്ഞാപിച്ചതും അയാൾ തണ്ടർ കോർട്ട്യാർഡിലേക്ക് ഓടിയെത്തി. അയാൾ ഓടി വരുന്നത് മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്ക് ഫെല്ലർ നോക്കുമ്പോൾ അയാൾ ആ ഡെഡ് ബോഡിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് മാർക്ക് കാണുന്നത്. ആ നിമിഷത്തിൽ മാർക്ക് കൈ ഉയർത്തി. മാർക്ക് കൈ ഉയർത്തിയതും ഒരു ശക്തമായ മിന്നൽ ആകാശത്ത് നിന്ന് താഴേക്ക് പതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ മിന്നലിൽ ആ സൂപ്പർ എൽഡർ ഒരു ചാരമായി. ആ കാഴ്ച വളരെ അടുത്ത് നിന്ന് ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും കണ്ടു. തണ്ടർ കോർട്ട്യാർഡിന്റെ സ്വന്തമാണ് ഇടിയും മിന്നലും ഉപയോഗിച്ചുള്ള അറ്റാക്ക്. ആ അറ്റാക്ക് നടത്താനുള്ള കപ്പാസിറ്റി ഇതാ മാർക്ക് ഫെല്ലറും നേടിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഡീൻലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അയാൾക്ക് നേടാൻ പറ്റാത്തത് പലതും മാർക്കിന് നേടാൻ പറ്റും. ആ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഡീൻലിയുടെ മുഖത്തുള്ളത്. യാവോ കുടുംബത്തിലെ ആ സൂപ്പർ എൽഡർ ആ മിന്നലേറ്റ് തീർന്ന ആ നിമിഷത്തിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡി തറയിൽ നിന്ന് എണീക്കുന്ന കാഴ്ചയാണ് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും മാർക്കും കണ്ടത്. അത് കണ്ടതും ഡീൻലി ആകാശത്തേക്ക് ഉയർന്നു. ആകാശത്തേക്ക് ഉയർന്ന ഡീൻലി കൈയൊന്ന് അനക്കിയതും അതിശക്തമായ പ്രകാശ രശ്മികൾ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിക്ക് ചുറ്റുമായി വന്നു. ഒരു കൂട് തൽഫലമായി രൂപം കൊണ്ടു. പെട്ടെന്ന് തനിക്ക് ചുറ്റും ഒരു കൂട് രൂപപ്പെട്ടതും ആ ഇമ്മോർട്ടൽ ചക്രവർത്തി ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അതിശക്തമായി ഒന്ന് അലറി. ശരിക്കും ആ അലർച്ചയോടൊപ്പം അയാളൊന്ന് അനങ്ങിയാണ്. അങ്ങനെ അനങ്ങിയതും ആ കൂട് ഒന്ന് പൊട്ടി. ആ നിമിഷത്തിൽ ഫ്ലവർ ഗ്രാനിയുടെ കൈകൾ ഒന്ന് അനങ്ങി. ഫ്ലവർ ഗ്രാനിയുടെ കൈകൾ അനങ്ങിയതും അതിശക്തമായ ഒരു കവർ കൂടി ചുറ്റുമുണ്ടായി. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഒരു പരുവത്തിൽ ആ ഇമ്മോർട്ടൽ ചക്രവർത്തിയെ ആ കൂട്ടിനകത്ത് തളച്ചു എന്ന് പറയാം. ഈ സമയമായപ്പോൾ തണ്ടർ കോർട്ട്യാർഡിന്റെ പല ഭാഗത്തു നിന്നും ആളുകൾ അവിടേക്ക് ഓടിയെത്തി. അവരിൽ നിന്നാണ് ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും സംഭവങ്ങൾ ഏകദേശം അറിയുന്നത്. ജൂലിയും വാനിലയും അതുപോലെ ജൂലിയനും സോങ് ബായും ഉൾപ്പെടെയുള്ള ഒത്തിരിയേറെ ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡീമൺ സ്ലെയിങ് പീക്കിൽ നിന്ന് മാത്രം 30 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഫ്ലവർ പീക്കിൽ നിന്നും അനവധി ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത കാഷ്വാലിറ്റിയാണ് തണ്ടർ കോർട്ട്യാർഡിന് ഉണ്ടായിരിക്കുന്നത്. അവിടെയുള്ള ആ ഡെഡ് ബോഡികളിലേക്ക് നിശബ്ദയായി നോക്കിയ ഫ്ലവർ ഗ്രാനി ഡീൻലിയോട് പറഞ്ഞു, ലീ, ആ നീ കുടുംബം അപ്രത്യക്ഷമായതുപോലെ യാവോ കുടുംബം അപ്രത്യക്ഷം ആകേണ്ടിയിരിക്കുന്നു. 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 8 ഉള്ളെന്ന് പറയാം. ഒരു കുടുംബം ഏതാണ്ട് പൂർണ്ണമായും
തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇമോർട്ടൽ ക്രെയിൻ്റെ നേതൃത്വത്തിൽ ഡീമൺ റേസ് നടത്തിയ ആ അറ്റാക്കിലാണ് നീ കുടുംബം തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നത്. യാവോ കുടുംബത്തെയും അതുപോലെ തുടച്ചു മാറ്റേണ്ട സമയമായെന്ന് തണ്ടർ കോർട്ട്യാർഡിന്റെ പ്രധാന സൃഷ്ടാക്കളിൽ ഒരാളായ ഫ്ലോർ ഗ്രാനി പറഞ്ഞപ്പോൾ ഡീൻ ലീയും അത് തന്നെ പറഞ്ഞു. അതെ, അതിനുള്ള സമയമായെന്നാണ് തോന്നുന്നത്. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ ശൈലിയിൽ ഒരു ഫൈറ്റ് നടന്നിരിക്കുന്നത്. മാർക്ക് വിഷമിച്ച് നിൽക്കുന്ന കണ്ടതും ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കണ്ട. നീയാണ് ഈ ഫൈറ്റിന്റെ കാരണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. തണ്ടർ കോർട്ട്യാർഡും ഈ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും തമ്മിൽ ഒരു ഫൈറ്റ് അനിവാര്യമായിരുന്നു. അത് സംഭവിക്കാനുള്ള സമയമായതുകൊണ്ട് മാത്രം സംഭവിച്ചു എന്നേ ഉള്ളൂ. മാർക്ക് ഫെല്ലർ അത് കേട്ടപ്പോൾ ഡീൻ ലീയോട് പറഞ്ഞു, ഞാൻ ഡീമൺ സ്ലെയിം പീക്ക് വരെ ഒന്ന് പോയിട്ട് വരാം. മാർക്ക് അവിടേക്ക് ചെല്ലുമ്പോൾ പരിക്കേറ്റ പീറ്ററെ മറ്റുള്ള ആളുകൾ അവിടെ ഡീമൺ സ്ലെയിം പീക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയാളൊരു ട്രൂ സെയിന്റ് ആയതുകൊണ്ട് തന്നെ അയാളുടെ അറ്റുപോയ കൈയും കാലും ഒക്കെ കൂട്ടിച്ചേർക്കാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. പീറ്റർ മാർക്കിനെ കണ്ടതും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ശക്തനായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമുക്കിന്ന് പിടിച്ചിരിക്കാൻ പറ്റിയത്. ഹാൻസ് പീറ്റർ അത് പറഞ്ഞതും മാർക്ക് ഹാൻസ് പീറ്ററോട് പറഞ്ഞു, പീക്ക് മാസ്റ്റർ, സോറി, ഞാൻ കാരണമാണല്ലോ ഇത് സംഭവിച്ചത്. മാർക്ക്, അങ്ങനെ പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം ഒന്നല്ലേ. ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾക്കും നമ്മൾ ഒരു ത്രെട്ടാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അവർ കിട്ടിയ സമയത്ത് നമ്മൾ അറ്റാക്ക് ചെയ്തത്. ഡീമൺ സ്ലെയിം പീക്കിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് 30 പേരുടെ ജീവനാണ്. മാർക്ക് ഫെല്ലർ അവരുടെ എല്ലാവരുടെയും ശവസംസ്കാര ചടങ്ങുകൾക്ക് അവിടെ കൂടിയതിനു ശേഷം മാർക്കിന്റെ മുറിയിലേക്ക് വന്നു. മാർക്കിന്റെ മുറിയിലേക്ക് മാർക്ക് എത്തപ്പോൾ വിവരമറിഞ്ഞ് അവിടേക്ക് ജൂവും ചാങ്മാങ്ങും എത്തിയിട്ടുണ്ട്. ഹോളി റീജൻകാർ തണ്ടർ കോർട്ട്യാർഡ് അറ്റാക്ക് ചെയ്യുന്ന വിവരം അറിഞ്ഞിട്ടാണ് ചാങ്മാങ് ഓടിയെത്തിയത്. ജൂ യഥാർത്ഥത്തിൽ തണ്ടർ കോർട്ട്യാർഡിൽ ഉണ്ടായിരുന്നു. തണ്ടർ കോർട്ട്യാർഡിൽ ഡീൻ ലീ ജൂവിനെ ഒരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു പറയാം. മാർക്ക് ഫെല്ലർക്ക് നേരെ ഒരു അറ്റാക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജൂ ഇടപെടുമെന്ന് ഡീൻ ലീക്ക് അറിയാം. അതുകൊണ്ടാണ് ഡീൻ ലീ ജൂവിനെ മറച്ചു പിടിച്ചത്. ജൂ രംഗത്തെത്തിയതും മാർക്ക് ഫെല്ലറും ജൂവും ചാങ്മാങ്ങും ചേർന്ന് പീക്ക് മാസ്റ്ററെയും ബാക്കിയുള്ള ആളുകളെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഡീൻ ലീയും അതുപോലെ ഫ്ലോർ ഗ്രാനിയും അവിടേക്ക് എത്തി. അവിടേക്ക് എത്തിയ ഡീൻ ലീയും ഫ്ലോർ ഗ്രാനിയും മാർക്കിനോട് ഒരു കാര്യം പറഞ്ഞു. മാർക്ക്, ഇപ്പോൾ വിഷയം വളരെ സജീവമായി മാറുകയാണ്. പർഗേറ്ററിൽ ഉണ്ടായിരുന്ന ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെയും ശക്തരെ അതാത് കുടുംബങ്ങൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നീ കുടുംബത്തിലെ ആ പർഗേറ്ററിൽ ലീഡർ, സുപ്രീം ലീഡർ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നീ കുടുംബത്തിനുണ്ടായ ആപത്തിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതേ കാരണത്താൽ തന്നെ ബാക്കിയുള്ള ആളുകളും വരികയാണ്. ഞാനും നമ്മുടെ തണ്ടർ കോർട്ട്യാർഡിന്റെ എൽഡേഴ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. സകല ആളുകളും ഒരു ആപത്ത് പ്രതീക്ഷിക്കുകയാണ്. ഡീമൺ റേസും ഗോസ്റ്റ് റേസും അതേപോലെ ആ മോൺസ്റ്റർ റേസും ഒന്നിച്ചു ചേർന്ന് ഹ്യൂമൻ റേസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തരായ ആളുകളുടെ സാന്നിധ്യം വേണം. എല്ലാ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡീൻ ലീ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ കുറെ കൂടി ശക്തി നേട്. എന്തായാലും അടുത്ത 2-3 ആഴ്ച നീ വേറൊരിടത്തും പോകണ്ട. അങ്ങനെ ഡീൻ ലീയും ഫ്ലോർ ഗ്രാനിയും മാർക്കിനോട് പറഞ്ഞിട്ട് അവര് വീണ്ടും ആ ഫസ്റ്റ് പീക്കിലേക്ക് മടങ്ങി. അവർ മടങ്ങിക്കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ചാങ്മാങ്ങിനെയും ജൂവിനെയും ആ സുമേരു റിങ്ങിനകത്തേക്ക് വലിച്ചു. മാർക്ക് അകത്തേക്ക് കയറിയതും ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം സംഭവിക്കാനുള്ള സമയമായിരിക്കുകയാണ്. അങ്ങനെ അങ്കിൾ ഗുവാൻ പറയുമ്പോൾ അകത്ത് ഒരുപാട് ആളുകൾ മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. മാർക്ക് അവരോടായി പറഞ്ഞു, ഓക്കെ, നമുക്കും റെഡിയാകാം. അങ്ങനെ പറഞ്ഞ മാർക്ക് ഫെല്ലർ താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നേടിയ ഇമോർട്ടൽ ചക്രവർത്തി ലീയുടെ ആ ഇമോർട്ടൽ സ്ക്രിപ്ചർ വായിച്ചു തുടങ്ങി. അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോഴാണ് മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ഒരു കാര്യം ആലോചിച്ചത്. ഇമോർട്ടൽ ചക്രവർത്തി യാവോയുടെ ആ ഡെഡ് ബോഡിയെ കുറിച്ചാണ് മാർക്ക് ആലോചിച്ചത്. മാർക്ക് പെട്ടെന്ന് ഡീൻ ലീക്കും ഫ്ലോർ ഗ്രാനിക്കും അടുത്തെത്തിയപ്പോൾ അവര് ആ ഡെഡ് ബോഡിയെ സംരക്ഷിക്കാൻ പറ്റാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ശരിക്കും ആ ഡെഡ് ബോഡി ഫ്ലോർ ഗ്രാനിയുടെയും ഡീൻ ലീയുടെയും ആ കരുത്തുറ്റ കവചങ്ങളെ മറികടക്കാനുള്ള കപ്പാസിറ്റി നേടിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ 2 കവചങ്ങളും തകർത്തുകൊണ്ട് ആ ഇമോർട്ടൽ ചക്രവർത്തി പുറത്തു വരും. അയാൾ പുറത്തു വന്നാൽ അയാൾ നിയന്ത്രിക്കണമെങ്കിൽ യാവോ കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടാവണം. അവിടെ യാവോ കുടുംബവുമായി ബന്ധപ്പെട്ട ആരുമില്ല. യാവോ കുടുംബത്തിന്റെ ആ ഡെഡ് ബോഡി തണ്ടർ കോർട്ട്യാർഡിന് വൻ ആപത്തുണ്ടാക്കുമെന്നുള്ള ഒരു തോന്നൽ
ഡീനിലേക്കും ഫ്ലവർ ഗ്രാനിക്കും ഉണ്ടായ ആ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലർ അവിടേക്ക് വരുന്നത്. മാർക്കിനെ കണ്ടതും ഡീൻലി പറഞ്ഞു, മാർക്ക്, ഈ ഡെഡ് ബോഡി നമുക്കൊരു വിഷയമാവുമല്ലോ. ഡീൻലി, അത് പറയാന് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് സുമേരു റിങ്ങിൽ നിന്ന് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടി പുറത്തെടുത്തു. ആ ശവപ്പെട്ടി കണ്ടതും ഡീൻലി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതാ 9 ജന്മങ്ങളിലൂടെ കടന്നുപോയ ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടിയല്ലേ? അതേ ഡീൻലി, അത് തന്നെയാണിത്. മാർക്ക്, എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഡീൻലി, ആ കവറിൽ അഴിക്ക്, നമുക്ക് ഇയാളെ ഈ ശവപ്പെട്ടിക്ക് അകത്താക്കാം. മാർക്ക്, നീ എന്തായി പറയുന്നത്? ഇത് ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയാണ്. മാസ്ക് വെച്ച സ്ത്രീ ഇതുവരെ ഇമ്മോർട്ടൽ ചക്രവർത്തി പദത്തിലേക്ക് കടന്നിട്ടില്ല. അവർ അതിശക്തിയാണ്, പക്ഷേ അവർക്ക് ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തിയെ നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല. ഡീൻലി, നമുക്കൊരു ശ്രമം നടത്തി നോക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മാർക്ക് തീർത്തു പറഞ്ഞതും ഫ്ലവർ ഗ്രാനി ഡീൻലിയോട് പറഞ്ഞു, ഓക്കെ, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞ ഫ്ലവർ ഗ്രാനി അവർ സൃഷ്ടിച്ച ആ കവറ് പിൻവലിച്ചു. അതേ നിമിഷത്തിൽ ഡീൻലിയുടെ കവറും പിൻവലിച്ചു. തന്നെ തടസ്സപ്പെടുത്തിയിരുന്ന ആ 2 കവചങ്ങളും അങ്ങ് മാറിയതും ആ ഇമ്മോർട്ടൽ ചക്രവർത്തി ശരിക്കും ഒന്ന് ഉഷാറായി. ആ ഡെഡ് ബോഡി അതിന്റെ കൈകളൊക്കെ പതുക്കെ അനക്കി തുടങ്ങിയാണ്. ആ കൈകൾ അതങ്ങനെ അനക്കുമ്പോൾ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പ്രഷർ അവിടേക്ക് ഉണ്ടായി വരികയാണ്. ശരിക്കും ആ തണ്ടർ കോട്ടിയാട് തകർന്നു പോകുമെന്ന് തോന്നുന്ന ശൈലിയിൽ ആ പ്രഷർ എങ്ങനെ കൂടുന്ന കണ്ടതും ഡീൻലി ചാടി മുകളിലേക്ക് ഉയർന്ന് ശക്തമായ ഒരു പ്രഷർ ആ ഡെഡ് ബോഡിക്ക് മുകളിൽ കൊടുത്തു. ഡെഡ് ബോഡിക്ക് മുകളിലുള്ള ഡീൻലിയുടെ അതിശക്തമായ പ്രഷർ ഉണ്ടായതും ആ ഡെഡ് ബോഡി ഒന്ന് കൈ ഉയർത്തിയതേ ഉള്ളൂ. ശരിക്കും ഡീൻലിയുടെ ആ പ്രഷർ സൃഷ്ടിച്ച കൈ പെട്ടെന്ന് അവിടെ നിന്ന് തെറിച്ചു. ഡീൻലി ആകാശത്തേക്ക് തെറിക്കുകയാണ്. ആ സമയത്ത് മാർക്ക് ഫെല്ലർ ചാടി ഉയർന്ന് ആ ഡെഡ് ബോഡിക്ക് പുറത്തേക്ക് അഞ്ചൊരൊറ്റ ഇടി. ഈ നിമിഷത്തിൽ സുമേരു റിങ്ങിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയ ചാങ്മാങ്ങും അതിശക്തമായി ആ ഡെഡ് ബോഡി ഇടിച്ചു. ഫ്ലവർ ഗ്രാനിയും മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും ഡീൻലിയും ചേർന്ന് കാര്യമായ ഒരു ശ്രമം നടത്തുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ആ ശവപ്പെട്ടിയുടെ മൂടി അങ്ങ് തുറന്നു. ഒരു പരുവത്തിൽ അവർ 4 പേരും കൂടി ചേർന്ന് ആ ഡെഡ് ബോഡിയെ എടുത്തൊരൊറ്റയേറി. ആ ഡെഡ് ബോഡി ആ ശവപ്പെട്ടിക്ക് ഉള്ളിൽ വന്ന് വീണ ആ നിമിഷത്തിൽ ചാങ്മാങ് ആകാശത്തേക്ക് ചാടി ഉയർന്ന് ആ ശവപ്പെട്ടിയുടെ കവറിൽ ഒരൊറ്റ ചവിട്ട്. ആ ഡെഡ് ബോഡി അകത്ത് വീണ ആ നിമിഷത്തിൽ തന്നെ ആ കവറ് പെട്ടെന്ന് അടഞ്ഞു. ശരിക്കും ഒരു ജീവൻ മരണ പോരാട്ടം നടത്തിയാണ് ആ 4 സംഘം ആ ഡെഡ് ബോഡി ആ ശവപ്പെട്ടിക്ക് ഉള്ളിലേക്ക് ഇട്ട് ആ കവർ അടച്ചത്. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും അമ്പരപ്പോടെ നോക്കുന്ന ആ സമയത്ത് ആ ശവപ്പെട്ടി ഈ ഇമ്മോർട്ടൽ എംപററെ കൊണ്ട് പെട്ടെന്ന് പൊങ്ങി. അത് പൊങ്ങുന്ന കണ്ടതും മാർക്ക് ഫെല്ലർ വലത് കൈകൊണ്ട് ആ ശവപ്പെട്ടിയിൽ വിലങ്ങനെ 3-4 വര വരച്ചു. മീശയാണ് ആ വര വരയ്ക്കാൻ മാർക്കിനെ പഠിപ്പിച്ചത്. ആ ശവപ്പെട്ടി എങ്ങനെ നിയന്ത്രിക്കണമെന്ന് മീശ കുറെ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് മനസ്സിലാക്കിയത്. അത് മീശ മാർക്കിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മീശ പഠിപ്പിച്ച ആ അറിവാണ് മാർക്ക് അവിടെ ഉപയോഗിച്ചത്. മാർക്ക് വിലങ്ങനെ 4 വര വരച്ചതും ആ ശവപ്പെട്ടി അതിവേഗം കറങ്ങി തുടങ്ങി. ശരിക്കും അത് റൊട്ടേറ്റ് തുടങ്ങിയതും അകത്തുള്ള ഇമ്മോർട്ടൽ എംപറുടെ ആ ഡെഡ് ബോഡി ഒന്ന് അടങ്ങുന്നതായി പുറത്തേക്കുന്ന മാർക്കിനും കൂട്ടർക്ക് മനസ്സിലായി. ശരിക്കും ആ ഇമ്മോർട്ടൽ ചക്രവർത്തി പതുക്കെ ശാന്തനായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും ആ ശവപ്പെട്ടി പൂർണ്ണമായും തറയിൽ വന്നിരുന്നു. നിശബ്ദമായിരിക്കുന്ന ആ ശവപ്പെട്ടിയിലേക്ക് നോക്കിയ ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ മാസ്ക് വെച്ച ആ സ്ത്രീ എന്നെ ശരിക്കും അതിശയപ്പെടുത്തുകയാണ്. ഒരു ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ഡെഡ് ബോഡിയെ നിയന്ത്രിക്കാൻ അവരുപയോഗിച്ചിരുന്ന ഈ ശവപ്പെട്ടിക്ക് കഴിയാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാര്യമാണ്, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഫ്ലവർ ഗ്രാനി അത് കേട്ടതും ഡീൻലിയോട് പറഞ്ഞു, ഈ മാസ്ക് വെച്ച സ്ത്രീയും ആ സന്യാസിയും ആ സ്കോളറും നമുക്ക് പിടിതരാത്ത വ്യക്തിത്വങ്ങളാണ്. മാർക്കിനും അത് തോന്നിയിട്ടുണ്ട്. മാർക്കിന്റെ പഴയ ജന്മങ്ങളും പുതിയ ജന്മങ്ങളും ഉൾപ്പെടെ എല്ലാം കാണിച്ചു കൊടുത്തത് ആ സ്കോളറാണ്. ആ സന്യാസിയാണെങ്കിൽ മാർക്കിനെ അമ്പരപ്പിച്ച മറ്റൊരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെയാണ് ആ മാസ്ക് വെച്ച സ്ത്രീയും. ആ 3 പേരുടെ ശക്തി ശരിക്കും ഒരു കടങ്കഥയാണ്. ഡീൻലിയോടും ഫ്ലവർ ഗ്രാനിയോടും യാത്ര പറഞ്ഞിട്ട് മാർക്ക് ആ ശവപ്പെട്ടി മാർക്കിന്റെ സുമേരു റിങ്ങിനകത്തേക്ക് കയറ്റി. വീണ്ടും ആ സംഘം മാർക്കിന്റെ ഡീമൺ സ്ലെയിങ് പീക്കിലെത്തി. ഡീമൺ സ്ലെയിങ് പീക്കിൽ ജൂവും മാർക്കും ചാങ്മാങ്ങും അങ്കിൾ ഗുവാനും ഉൾപ്പെടെ എല്ലാ ആളുകളും വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇമ്മോർട്ടൽ ചക്രവർത്തിയുടെ ആ അറിവുകൾ പഠിക്കാം എന്നതിനെക്കുറിച്ച് മാർക്ക് ആലോചിക്കുമ്പോഴാണ് പെട്ടെന്ന് മാർക്കിന് യുദ്ധം നടന്ന സ്ഥലത്തെ ആ ഡെഡ് ബോഡികളെ കുറിച്ച് ഓർമ്മ വന്നത്. മാർക്ക് പെട്ടെന്ന് ആ ഫ്ലോർ പീക്കിലെത്തി. അവിടെ ആ ഡെഡ് ബോഡികൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടെ എത്തിയ മാർക്ക് ഫെല്ലർ ആ കരിഞ്ഞ യാവോ നൈനാന്റെ ഡെഡ് ബോഡിയുടെ അടുത്താണ് എത്തിയത്. മാർക്ക് ഫെല്ലർ ആ യാവോ നൈനാന്റെ ഡെഡ് ബോഡിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ട്രേസ്ലെസ് എമോർട്ടൽ സ്ക്രിപ്ചർ ആക്ടിവേറ്റ് ചെയ്തു. ട്രേസ്ലെസ്
ട്രേസ്ലെസ് എമോട്ടർ സ്ക്രിപ്ചറിനകത്ത് രണ്ട് ശൈലിയിൽ ആകീർണം പറ്റും. ഒന്ന് ബ്രൈറ്റ് എനർജി വലിച്ചെടുക്കുന്ന ടെക്നിക്കാണെങ്കിൽ മറ്റൊന്ന് ഡാർക്ക് എനർജി വലിച്ചെടുക്കുന്ന ടെക്നിക്കാണ്. മാർക്ക് ഇപ്പോൾ ആ ഡാർക്ക് എനർജി വലിച്ചെടുക്കുന്ന ടെക്നിക്കാണ് ആക്ടിവേറ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ മാർക്ക് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. ആ പരീക്ഷണം മാർക്ക് സ്റ്റാർട്ട് ചെയ്തതും യാവോ നൈനാന്റെ ഡെഡ് ബോഡി ശരിക്കും ഒന്ന് ചിതറിയ ഡെഡ് ബോഡിയിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ഒരു പുക മാർക്ക് ഫെല്ലർക്ക് പാഞ്ഞു വന്നു. ആ കറുത്ത പുക മാർക്കിനെ അങ്ങ് മൂടി പതുക്കെ മാർക്കിന്റെ ബോഡിക്കകത്തേക്ക് അങ്ങ് ലയിച്ചു എന്ന് പറയാം. മാർക്കിന്റെ മുഖത്ത് അത് കണ്ടത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡാർക്ക് എനർജി മാർക്കിന്റെ കയോട്ടിക് ബോഡിക്ക് അനിവാര്യമാണ്. ആ ഡാർക്ക് എനർജിയും ബ്രൈറ്റ് എനർജിയും കൂടി ചേർത്താണ് മാർക്കിന്റെ ബോഡിയിൽ കയോട്ടിക് എനർജി സൃഷ്ടിക്കുന്നത്. മാർക്കിന് ഡാർക്ക് എനർജി കിട്ടാൻ ഇതാ ഒരു എളുപ്പമാർഗം. അത് മനസ്സിലാക്കിയ മാർക്ക് അവിടെ കൊല്ലപ്പെട്ട മുഴുവൻ ആളുകളുടെയും ഡെഡ് ബോഡിയിൽ നിന്ന് ആ ഡാർക്ക് എനർജി വലിച്ചു തുടങ്ങി. ട്രേസ്ലെസ് എമോട്ടർ സ്ക്രിപ്ചർ ഉപയോഗിച്ചുകൊണ്ട് ആ ഡാർക്ക് എനർജി മാർക്ക് വലിച്ചെടുത്തു തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാർക്കിന്റെ ബോഡിയിൽ ഏകദേശം 50% ഡാർക്ക് എനർജി എത്തിക്കഴിഞ്ഞു. ആ സമയത്ത് മാർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അവിടെ ഒരുപാട് ആളുകളുടെ സോളുണ്ട്. കൊല്ലപ്പെട്ട ആളുകളുടെ സോള് മാത്രമേ അവിടെ ഉള്ളൂ. ആ സോളുകളൊക്കെ മാർക്ക് വലിച്ചെടുത്തിട്ട് മാർക്ക് വീണ്ടും ഡീമൺ സ്ലേയിങ് പീക്കിലെത്തിയ മാർക്ക് ഫെല്ലർ ജൂനോടും ചാങ് മാങ്ങിനോടും പറഞ്ഞു, ഞാനേ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവപ്പെട്ടിയുടെ മൂടി പതുക്കെ തുറന്നു. ആ മൂടി കുറച്ച് തുറന്നതും അതിനകത്തുള്ള ആ ഡെഡ് ബോഡി അതിൻ്റെ കൈ പുറത്തേക്കിട്ടു. ആ കൈ പുറത്തേക്കിടുമ്പോൾ തന്നെ ശരിക്കും അതിശക്തമായ ഒരു പ്രഷർ ആ കൈയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എല്ലാവർക്കും ബോധ്യമാവുന്നുണ്ട്. ആ കൈ പുറത്തേക്ക് വന്ന ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുകയാണ്. ആ ബോഡിക്ക് ചുറ്റുമായി ഇഷ്ടം പോലെ സോളുകളുണ്ട്. ആയിരക്കണക്കിനെന്നോ 10,000-കണക്കിനെന്നോ ലക്ഷങ്ങളെന്നോ പറയാൻ കഴിയുന്ന ശൈലിയിൽ സോളുകൾ വലിച്ചെടുത്ത് ശക്തി നേടിയിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ആ ഇമോട്ടൽ ചക്രവർത്തി യാവോയുടെ ആ ഡെഡ് ബോഡിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന സോളുകൾ വലിച്ചെടുക്കുക എന്നുള്ളതാണ് മാർക്കിന്റെ ടാർഗറ്റ്. മാർക്കിന്റെ സോൾ ചോർമൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. ആ ട്രേസ്ലെസ് എമോട്ടർ സ്ക്രിപ്ചറിനകത്ത് നിന്ന് മാർക്ക് പഠിച്ചെടുത്ത ആ സോൾ ചോർമൻ ടെക്നിക്ക് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തതും ആ ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് കറുത്ത പുക ചുറ്റും വ്യാപിച്ചു തുടങ്ങി. അതേ നിമിഷത്തിൽ ആ ഇമോട്ടൽ ചക്രവർത്തി പതുക്കെ എണീക്കാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടതും ചാങ്മാൻ തന്റെ കൈ ഉയർത്തി അതിശക്തമായി ഒരു അറ്റിയാടി. പുറത്തേക്ക് നീണ്ട കൈയിലേക്കാണ് ചാങ്മാൻ ആഞ്ഞടിച്ചത്. പക്ഷെ ആ കൈ പതിച്ചതും ചാങ്മാൻ ആ സുമേരു റിങ്ങിനകത്ത് ഒരുപാട് ദൂരേക്ക് തെറിച്ചു. ആ കാഴ്ച കണ്ടതും ജൂ ആകാശത്തേക്ക് ഉയർന്നിട്ട് താഴേക്ക് പാഞ്ഞു വന്ന് ഒരൊറ്റ ചവിട്ട്. പക്ഷെ ചവിട്ടിയത് ജൂവിന് ഓർമ്മയുണ്ടാവും. ജൂ അങ്ങ് തെറിച്ചു. ജൂവിന്റെ ബോഡിയിലേക്കും ചാങ്മാങ്ങിന്റെ ബോഡിയിലേക്കൊക്കെ ആ പെട്ടിയിൽ നിന്ന് ആ സമയത്ത് തന്നെ സോളുകൾ ഇരച്ചു കയറുകയാണ്. ആ സമയത്ത് മാർക്ക് ഫെല്ലർ കൈയൊന്ന് ഉയർത്തിയതും ആകാശത്ത് ഇഷ്ടം പോലെ മിന്നലുകൾ ആ കൈയിലേക്ക് പാഞ്ഞു വന്നു തുടങ്ങി. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ മിന്നലുകൾ ഒന്ന് അടക്കി പിടിച്ചു. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന മിന്നലിനെ ഒരു കൈ കൊണ്ട് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ആ ഇമോട്ടൽ ചക്രവർത്തിക്ക് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ആ സുമേരു റിങ്ങിനകത്തുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. ശരിക്കും അവരെ അമ്പരന്നു എന്ന് പറയാം. ആ ചക്രവർത്തി പുറത്തേക്ക് ഇറങ്ങിയാൽ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ പെട്ടിയുടെ പുറത്ത് മീശ പഠിപ്പിച്ച് ആ വരകളങ്ങ് വരച്ചു. വിലങ്ങനെ 4 വര വരച്ചതും ആ പെട്ടി പെട്ടെന്ന് കറങ്ങി തുടങ്ങി. അതിശക്തമായ ആ പെട്ടി കറങ്ങി തുടങ്ങിയതും ഉള്ളിലേക്ക് ആ മാലിന്റെ തല വലിക്കും പോലെ ആ ചക്രവർത്തിയുടെ കൈ അതിവേഗം ആ പെട്ടിക്കുള്ളിലേക്ക് അങ്ങായി. ഇമോട്ടൽ ചക്രവർത്തി യാവോയുടെ ആ കൈ ആ ശവപ്പെട്ടിക്ക് അകത്തേക്ക് കയറി കിട്ടിയതും ചാങ്മാൻ ആ പെട്ടി നന്നായി അങ്ങ് അടച്ചു. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ആ പെട്ടിയിൽ നിന്ന് പുറത്തു ചാടിയ സോളുകൾ ഭ്രാന്തമായ വേഗതയിൽ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സോളുകൾ അബ്സോർബ് ചെയ്ത് തുടങ്ങുന്ന ആ നിമിഷം മുതൽ മാർക്കിന്റെ ബോഡിയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. മാർക്കിന്റെ ഓരോ അക്യൂ പോയിന്റിലും ശക്തമായ ഒരു ഗ്യാപ്പ് ഉണ്ടായതുപോലെ മാർക്കിനൊരു ഫീലും. അവിടെ ഇഷ്ടംപോലെ എനർജി സ്വരൂപിക്കാൻ മാർക്കിന് പറ്റുമെന്ന് ഒരു തോന്നലാണ് ആ ഗ്യാപ്പ് ഉണ്ടായപ്പോൾ മാർക്കിന് തോന്നിയത്. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ബോഡി ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ മാർക്കിന്റെ ആ 2 പുരികങ്ങൾക്കിടയിൽ പോലും ശരിക്കും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവിടെ മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ നിന്ന് കയോട്ടിക് എനർജി പതുക്കെ സ്വരൂപിച്ചു തുടങ്ങി. മാർക്കിന്റെ ഡാൻറ്റിയൻ പോയിന്റുകളിലും അക്യൂ പോയിന്റുകളിലും ആ കയോട്ടിക് എനർജി
കൂടിക്കൂടി വരികയാണ്. മാർക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ആ ഡാർക്ക് എനർജി വലിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സോളുകൾ, അതുപോലെ ആ ക്യുരിൻ കുടുംബത്തിന്റെ ആ ഗ്രീൻ ട്രീയിൽ നിന്നുള്ള പഴം മാർക്ക് കഴിക്കുകയും ചെയ്തിരിക്കുകയാണ്. തൽഫലമായി മാർക്കിന്റെ ഊർജ്ജം ശരിക്കും വളരുന്നുണ്ട്. ഈ പ്രക്രിയ മാർക്ക് ദിവസവും അങ്ങനെ തുടരുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മാർക്കിന്റെ ശക്തി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇമോർട്ടൽ എംപറർ ലീയുടെ ആ ഇമോർട്ടൽ സ്ക്രിപ്ചറിൽ നിന്നുള്ള കാര്യങ്ങളാണ് മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അതേസമയത്ത് ഊജിയുടെ ട്രേസ്ലെസ് ഇമോർട്ടൽ സ്ക്രിപ്ചറിനകത്തുള്ള കാര്യങ്ങളും മാർക്ക് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട്. മാർക്കിന്റെ ആ പഠനം അതിവേഗതയിൽ നടക്കുമ്പോൾ ആ സുമേരു റിങ്ങിനകത്ത് ബാക്കിയുള്ള ആളുകളും അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യാണ്. ചാങ്മാങ്ങും ജൂ ഉൾപ്പെടെ സകല ആളുകളും ഇപ്പോ പീക്ക് ലെവൽ ട്രൂ സൈന്റുകളായി മാറിയിട്ടുണ്ട്. അതിശക്തരായ കുറേയേറെ ആളുകളുടെ ഒരു വൻ നിര ആ സുമേരു റിങ്ങിനകത്ത് ഉണ്ടെന്ന് ഇപ്പോൾ പറയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും കൂടി മാർക്കിനെ തിരക്കിയെത്തി. അവരൊരു പ്രത്യേക ഇൻഫർമേഷനുമായിട്ടാണ് മാർക്കിനടുത്തേക്ക് വന്നത്. മാർക്ക്, ഞങ്ങൾക്ക് ഇപ്പോഴാണ് ആ വാർത്ത കിട്ടിയത്. ഡീൻലി, എന്താ വാർത്ത? മാർക്ക്, പ്ലീച്ച് ബ്ലോസം ഐലൻഡിലുള്ള പ്രിൻസിന് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. ഹോളി റീജിയൻ മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ആ റോയൽ കുടുംബത്തിലെ അവസാന രാജകുമാരന് ഇതാ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ വാർത്ത കേട്ടപ്പോൾ മാർക്കിന് ശരിക്കൊരു നടുക്കമുണ്ടായി. ഒരു കാരണവശാലും ഒരു കുഞ്ഞ് ജനിക്കുന്ന പ്രക്രിയയിലേക്ക് താൻ കടക്കില്ലെന്ന് ആ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്ക് അമ്പരപ്പോടെ ഡീൻലിയെ നോക്കുമ്പോൾ ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പ്രിൻസിനെ ഉത്തേജക ഔഷധം കൊടുത്ത് മയക്കി അയാൾക്കൊപ്പം സ്ത്രീകളെ കൂട്ടിവിട്ടാണ് ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ചേർന്ന് ഈ കാര്യം സാധിച്ചെടുത്തത്. പ്രിൻസ് പോലും അറിയാതെ പ്രിൻസ് ഒരു അച്ഛനായിരിക്കുകയാണ്. പ്രിൻസ് അച്ഛനായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം മാർക്കിനറിയാം. പ്രിൻസിനെ ആ 9 കുടുംബങ്ങളിൽ ചേർന്ന് കൊല്ലും. മരിക്കാതിരിക്കാനായി ഇത്രയും നാൾ സ്ത്രീകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നു ആ രാജകുമാരൻ. അയാളെയാണ് മയക്കി ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിൽ ചേർന്ന് ഈ ഒരു ചതി ചെയ്തിരിക്കുന്നത്. കാര്യം പറഞ്ഞിട്ട് ഡീൻലി ആ 1ാം പീക്കിലേക്ക് പോയി. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും പോയി കഴിഞ്ഞപ്പോൾ മാർക്ക് ചാങ് മാങ്ങിനോടും ജൂവിനോടായി പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും എനിക്കൊപ്പം പീച്ച് ബ്ലോസം ഐലൻഡിലേക്ക് വരുന്നുണ്ടോ? അത് കേട്ടതും ചാങ് മാങ് പറഞ്ഞു, ഹേയ് മാർക്ക്, എന്ത് ചോദ്യമാ ചോദിക്കുന്നത്? ഞാൻ അവന്മാർക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കാലം കുറേയായി. മാർക്കിന്റെ സുഹൃത്തായ ചാങ് മാങ്ങിന്റെ ഉള്ളിൽ കുറേ വർഷം ആ ഷീ കുടുംബത്തിന്റെ സ്കൈ വാട്ടർ പ്രിസണകത്ത് കിടന്നതിന്റെ ആ ഒരു ദേഷ്യമുണ്ട്. ശരിക്കും ക്രൂരമായ പീഡനം ചാങ് മാങ് അവിടെ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഹോളി റീജിയനിൽ ആരെങ്കിലും കൈ കിട്ടിയാൽ അവന്മാർക്കിട്ട് 2 പൊട്ടിക്കണം എന്നുള്ളത് ചാങ് മാങ്ങിന്റെ വല്ലാത്ത ആഗ്രഹമാണ്. ചാങ് മാങ് അത് പറഞ്ഞതും ജൂ മാർക്കിന്റെ തോളിലേക്ക് ചാടിക്കേറി. അതിനുശേഷം ജൂ മാർക്കിനോട് പറഞ്ഞു, പോവാ. ജൂവിന് പിന്നെ വേറൊരു ആലോചനയില്ല. അങ്ങനെ മാർക്ക് ഫെല്ലറും ജൂവും അവിടെ നിന്ന് തിരിക്കാൻ പോയതും മാർക്കിന്റെ നിലവറയിൽ നിന്ന് ആ ബൂട്ടുകളെടുത്ത് ചാങ് മാങ്ങിന് കൊടുത്തു. ചാങ്, ഈ ബൂട്ട് ഇത് നിനക്കാണ്. മാർക്കിന്റെ ആ പറക്കുന്ന ബൂട്ട് മാർക്കിന് ഒരുപാട് ഗുണം ചെയ്തതാണ്. പറകേറ്റിലായിരിക്കുന്ന സമയത്ത് ദൂരം കവർ ചെയ്യാൻ മാർക്കിനെ ഏറെ സഹായിച്ചത് ആ ബൂട്ടുകളാണ്. ആ ഡിവൈൻ ബൂട്ടുകൾ ശരിക്കും സൂലിന്റെ സംഭാവനയാണ്. മാർക്ക് ആ ബൂട്ടുകൾ ചാങ്ങിന് കൊടുത്തതും ചാങ്ങിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അതിനെ അയാളുടെ സ്വന്തം ബൂട്ടാക്കി മാറ്റി. ചാങ് മാങ് ആ ബൂട്ടെല്ലാം ഘടിപ്പിച്ചു കഴിഞ്ഞതും മാർക്ക് ഇടത് കൈയിൽ ചാങ് മാങ്ങിനെയും വലത് കൈയിൽ ജൂനെ പിടിച്ചിട്ട് ഒരൊറ്റ മൂവ്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാർക്ക് ഫെല്ലർ വായുവിൽ കുതിച്ചുയർന്ന് ആകാശത്തൂടെ അങ്ങ് പായുകയാണ്. മാർക്കിന്റെ വേഗത ശരിക്കും ജൂവിനെയും ചാങ് മാങ്ങിനെയും വളരെ ഞെട്ടിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഇപ്പോൾ ലൈൻ വേർഡ് ഫോർമുല അല്ല മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മാർക്ക് ഉപയോഗിക്കുന്നത് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എസ്കേപ്പിംഗ് ടെക്നിക്കാണ്. അത് മാർക്ക് പഠിച്ചത് ഇമോർട്ടൽ എംപറർ ലീയുടെ ആ ശവകുടീരത്തിനകത്ത് വെച്ച് അദ്ദേഹത്തിന്റെ സ്വന്തം മുഖത്ത് നിന്ന് തന്നെയാണ്. ഇമോർട്ടൽ ചക്രവർത്തി ലീ മാർക്കിന് തന്റെ എല്ലാം കൈമാറുന്ന സമയത്ത് മാർക്കിന് പറഞ്ഞു കൊടുത്ത ടെക്നിക്കാണ് ആ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എസ്കേപ്പ് മെക്കാനിസം. മിന്നലിന്റെ വേഗതയിലോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ വേഗതയിലോ മൂവ് ചെയ്യാൻ മാർക്കിനെ ആ ടെക്നിക്ക് സഹായിക്കും. അതൊരു ഒന്നൊന്നര സംഭവമാണ്. അതുകൊണ്ട് തന്നെ വെറും 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലറും ടീമും അവിടെ ആ പീച്ച് ബ്ലോസം ഐലൻഡിന്റെ മുകളിലെത്തി. പീച്ച് ബ്ലോസം ഐലൻഡിന്റെ മുകളിൽ ആ കൊട്ടാരത്തിന്റെ മുന്നിലെത്തിയ മാർക്ക് ഫെല്ലറെയും ചാങ് മാങ്ങിനെയും ജൂവിനെയും അവിടെ ഒരാൾ തടഞ്ഞു. ഒരു പച്ച വസ്ത്രധാരിയാണ് അവരെ തടഞ്ഞത്. മാർക്കിനെയും ടീമിനെയും തടഞ്ഞ അയാൾ മാർക്കിനോടും കൂടുതലുള്ള ആളുകളോടായി പറഞ്ഞു,
ഏയ്, എന്ത് ധിക്കാരമാണ് നിങ്ങൾ കാണിച്ചതെന്ന് അറിയാവോ? ഇവിടെ അനുവാദമില്ലാതെ ഒരാളും വരാൻ പാടുള്ളതല്ല. ഇവിടേക്ക് അതിക്രമിച്ച് കയറിയതിന്റെ ശിക്ഷ എന്തായാലും നിനക്കൊക്കെ തന്നേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൈയൊന്ന് അനക്കിയതും അയാളുടെ ബോഡിക്ക് ചുറ്റുമായി പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രമുണ്ടായി. ആ വസ്ത്രത്തിൽ നിറയെ മുള്ളുകളാണ്. ആ മുള്ളുകൾ നിറഞ്ഞ വസ്ത്രം അയാളുടെ ബോഡിക്ക് ചുറ്റും വന്ന ആ നിമിഷത്തിൽ അയാളൊന്ന് കുടഞ്ഞു. ആ നിമിഷത്തിൽ 100 കണക്കിന് മുള്ളുകൾ മുള്ളം പന്നിയുടെ ശരീരത്തിൽ നിന്ന് തെറിക്കും പോലെ ആ വസ്ത്രത്തിൽ നിന്ന് തെറിച്ച് മാർക്കിനും ചാങ്മാങ്ങിനും അതുപോലെ ജൂനും നേരെ വന്നു. ചാങ്മാങ് നല്ല വീതിയുള്ള ബോഡിയുള്ള കക്ഷിയല്ലേ. ആ ചാങ്മാങ്ങിന് നേരെ വരുന്ന ഒരു മുള്ളിനും സ്വാഭാവികമായിട്ടും ഉന്നം മിസ്സാവത്തില്ല. പക്ഷേ ചാങ്മാങ് തനിക്ക് നേരെ അതിശക്തമായി ആ മുള്ളുകൾ തെറിക്കുന്ന കണ്ടതും കൈ രണ്ടും ഒന്ന് കൂട്ടി അടിച്ചു. ആ നിമിഷത്തിൽ ചാങ്മാങ്ങിന്റെ കയ്യിൽ നിന്നൊരു തീ അങ്ങ് ചിതറി എന്ന് പറയാം. ശരിക്കും അതിശക്തമായൊരു തീ ആ മുള്ളുകളെ മുഴുവനായി അങ്ങ് വളഞ്ഞു. ആ നിമിഷത്തിൽ ആ മുള്ളുകൾ അവസാനിച്ചു. അതേ നിമിഷത്തിൽ ആ പച്ച വസ്ത്രധാരി ഒറ്റ കൈകൊണ്ട് കയ്യിലിരുന്ന വില്ല് ഒന്ന് വലിച്ചു. ഒറ്റ കൈകൊണ്ട് ഞാണ് വലിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞു വില്ലാണ് അയാളുടെ കയ്യിലുണ്ടായിരുന്നത്. ആ വില്ല് അയാളൊന്ന് വലിച്ചതും ഒരു അമ്പ് ആകാശത്തേക്ക് അങ്ങ് പാഞ്ഞു. അത് ഒരു അടയാളമാണ്. ആകാശത്തേക്ക് ഉയർന്ന ആ അമ്പ് ആകാശത്തുനിന്ന് പൊട്ടുമ്പോൾ അതൊരു സിഗ്നലായി മറ്റാളുകൾക്ക് അനുഭവപ്പെടും. ആ സിഗ്നൽ ഉണ്ടായതും മാർക്കും ചാങ്ങും ജൂവും ആകാശത്തേക്ക് അറിയാതെ നോക്കി പോവുകയാണ്. മനോഹരമായ വർണ്ണങ്ങളുള്ള ഒരു പടക്കമാണ് ആകാശത്ത് പൊട്ടിയിരിക്കുന്നത്. ആ വിഷ്വലിലേക്ക് മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഒരു ശബ്ദം, ഏയ്, എന്ത് ധിക്കാരമാണ് നിങ്ങൾ ഈ കാണിച്ചത്? ഇവിടേക്ക് കടക്കാൻ ഈ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുടെ അനുവാദം വേണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഒരാൾ സംസാരിച്ചതും മാർക്കിന്റെ കൈ ഒന്ന് ചലിച്ചു. ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു മിന്നൽ ആ സംസാരിച്ച വ്യക്തിയുടെ തലയിലേക്ക് പതിക്കുകയാണ്. ആ തലയങ്ങ് ചിതറി. ഈ കാഴ്ച മാർക്കിന്റെ തൊട്ടു മുന്നിൽ നിന്ന ആളെ വല്ലാതെ ഞെട്ടിച്ചു എന്ന് പറയാം. പക്ഷെ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ എന്തോ ഒരു പ്രസൻസ് തിരിച്ചറിയുകയാണ്. മാർക്ക് ചാങ്ങിനോട് ജൂവിനോട് പറഞ്ഞു, നിങ്ങൾ യുവമാരെ നോക്കിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ അതിവേഗം മുന്നോട്ട് നീങ്ങി തുടങ്ങി. മാർക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കാണ് അതിവേഗം മൂവ് ചെയ്യുന്നത്. മാർക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ പല ആളുകളും മാർക്കിനെ നേരിടാൻ വരികയാണ്. ചാങ്മാങ്ങിന് മാത്രമായി ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ജൂ മാർക്കിന്റെ പുറകെ ഓടിക്കൂടിയിരുന്നു. മാർക്കിന്റെ അടുത്തേക്ക് വന്ന എതിരാളികളെ മാർക്ക് നോക്കുന്നതിന് മുൻപ് ജൂ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ജൂ ശരിക്കും ഒരു ട്രപ്പീസ് കളിക്കാരനെ പോലെ ഇടത്തോട്ടും വലത്തോട്ടും മുകളോട്ടും താഴോട്ടും ഒക്കെ ഓടി മാറി ഓരോ ഇടിക്ക് ഓരോ ആളുകളെ തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാർക്ക് ഫെല്ലർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മാർക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും ഒരു ഓറയെ ഫോളോ ചെയ്യുന്നതിലാണ്. ശരിക്കും മാർക്ക് ഫോളോ ചെയ്യുന്നത് സാക്ഷാൽ പ്രിൻസിനെയാണ്. പ്രിൻസിന്റെ ഓറ അവിടെ പുറത്തു വെച്ച് മാർക്കിനെ ഫീൽ ചെയ്തു. ആ ഓറയാണ് മാർക്ക് ഫോളോ ചെയ്യുന്നത്. ഈ സമയത്ത് പ്രിൻസ് കിടക്കുന്ന മുറിയിൽ നഗ്നനായി പ്രിൻസ് അവിടെ ആ കിടക്കയിൽ അങ്ങനെ കിടക്കുകയാണ്. തികച്ചും നിശ്ചലനാണ് പ്രിൻസ് എന്ന് പറയാം. ആ രാജകുമാരന്റെ തൊട്ടു മുന്നിലായി ഒരാള് നിൽക്കുകയാണ്. അയാൾ രാജകുമാരനോട് പറഞ്ഞു, ഹേയ് പ്രിൻസ്, ഇത് നോക്ക്, ഈ നായ്ക്കുട്ടികളെ കണ്ടോ? ഞാൻ ഈ നായ്ക്കുട്ടികളെ കൊണ്ട് നിങ്ങളെ കൊല്ലണോ അതോ ദാ ഈ വണ്ടികളെ ഉപയോഗിച്ച് നിങ്ങളെ കൊല്ലണോ? അയാളുടെ ഇടത് കൈയിൽ ഒരു ജാറുണ്ട്. ആ ജാർ നിറയെ വണ്ടികളാണ്. എന്നാൽ തറയിൽ 3-4 നായ്ക്കുട്ടികൾ നിൽപ്പുണ്ട്. ആ നായ്ക്കുട്ടികളെയും ആ ജാറിനെ നോക്കിയിട്ട് അയാള് ഒന്ന് ചിരിച്ചു. അയാൾ ആ ചിരി കേൾക്കുമ്പോൾ തന്നെ അറിയാം അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അയാള് ഒരു ഷണ്ടനാണ്. കൊട്ടാരത്തിൽ സ്ത്രീകൾക്കൊപ്പം കഴിയുന്ന ആണത്തമില്ലാത്ത പുരുഷന്മാരെയാണ് ഷണ്ടന്മാരെന്ന് വിളിക്കുക. എല്ലാ കൊട്ടാരങ്ങളിലും ആ ശൈലിയിലുള്ള ആളുകളെയാണ് സ്ത്രീകൾക്ക് കാവൽക്കാരായി വെക്കുക. ആ ശൈലിയിലുള്ള ഒരു ഷണ്ടൻ ചിരിച്ചുകൊണ്ട് പ്രിൻസിനോട് പറഞ്ഞു, ഞാനേ നേരത്തെ നിന്റെ പിതാവിനൊപ്പം കഴിഞ്ഞിരുന്ന ആളാണ്. എനിക്ക് അന്ന് മുതലേ നിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാം. എന്നാലും ഞാൻ അവസാനമായി ഒരു കാര്യം ചോദിക്കുകയാണ്. ഏയ് പ്രിൻസ്, നിങ്ങളുടെ രാജ ഫാമിലിയുടെ രഹസ്യങ്ങൾ ഇനിയും പലതും ഉണ്ടല്ലോ, അതെവിടെയാ വെച്ചിരിക്കുന്നത്? അല്ല, ആ രഹസ്യം എന്താണ്? ആ ഷണ്ടൻ അങ്ങനെ പറഞ്ഞിട്ട് ഒന്നുകൂടെ ചിരിച്ചു. ആണും പെണ്ണും കലർന്ന ആ മനുഷ്യന്റെ ചിരി അവിടെ അങ്ങനെ അലയടിക്കുമ്പോൾ ഒരു ഭാവവുമില്ലാതെ ആ രാജകുമാരൻ അങ്ങനെ കിടക്കുകയാണ്. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഏയ് രാജകുമാരാ, നീ കൃത്യമായി ഉത്തരം പറഞ്ഞാൽ അധികം വേദനിപ്പിക്കാതെ നിന്നെ ഞാനങ്ങ് കൊല്ലാം. അല്ലെങ്കിൽ കണ്ടല്ലോ, ഈ പട്ടികളെ ഞാൻ നിന്റെ പുറത്തേക്ക് കയറ്റി വിട്ടാൽ അത് എവിടുന്ന് നിന്നെ ഉപദ്രവിച്ചു തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല. ഈ പട്ടികൾ ഒരു പ്രത്യേക ശൈലിയുള്ള പട്ടികളാണ്. ഇത് ആളുകളെ ജീവനോട് മാത്രമേ ഭക്ഷിക്കത്തുള്ളൂ.
നിന്റെ പെരുവിരലിൽ നിന്ന് അവർ കടിച്ചു തുടങ്ങുമോ അതോ നിന്റെ തലയിൽ തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ ഈ ജാറിലെ വണ്ടുകൾ അത് ഞാൻ പ്രത്യേകം വളർത്തിയതാണ്. അതുകൊണ്ട് അവ പറഞ്ഞേ കേൾക്കും. അവ നിന്റെ മൂക്കിനകത്തേക്കും വായ്ക്കകത്തേക്കും ചെവിക്കകത്തേക്കും കയറത്തുള്ളൂ. അവരകത്തോട്ട് കയറിയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ തുരന്നെടുക്കും. ഈ വണ്ടുകൾ അതിൽ നല്ല എക്സ്പെർട്ടാണ്. അല്ല നീ പറ, ഞാൻ ഇതിൽ ഏതാ ചെയ്യേണ്ടത്? അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വീണ്ടും ചിരിച്ചു. അയാൾ ഈ ഡയലോഗൊക്കെ പറയുമ്പോൾ തികച്ചും നിശബ്ദനായി കണ്ണുകൾ അടച്ച് ആ പ്രിൻസ് അങ്ങനെ കിടക്കുകയാണ്. അയാൾ കണ്ണും തുറക്കുന്നില്ല, ഈ സംഭാഷണത്തോട് പ്രതികരിക്കുന്നുമില്ല. അത് കണ്ട് ദേഷ്യം വന്ന ഷണ്ടൻ ആ ജാറ് തുറന്ന് അതിനകത്തുള്ള ഒരു വലിയ വണ്ട് പുറത്തേക്കെടുത്തു. ആ വണ്ട് പുറത്തേക്കെടുത്ത ആ ഷണ്ടൻ ആ വണ്ട് രാജകുമാരൻ്റെ വയറ്റിലോട്ട് ഇട്ടു. ഒന്നല്ല, അനവധി വണ്ടുകൾ, കൂറ്റൻ വണ്ടുകളാണ്. ആ വലിയ വണ്ടുകൾ രാജകുമാരൻ്റെ വയറിലേക്ക് വീണ ആ നിമിഷത്തിൽ ആ വണ്ടുകളുടെ കാല് ശരിക്കും ആ പ്രിൻസിന്റെ ശരീരത്തിലേക്ക് പൊക്കിളിന്റെ ഭാഗത്തേക്ക് അങ്ങനെ ആഴ്ന്നിറങ്ങിയാണ്. സ്വാഭാവികമായിട്ടും അതിശക്തമായ ഒരു പെയിൻ അനുഭവപ്പെടുന്ന ആളിന്റെ ഒരു മുഖഭാവം രാജകുമാരന്റെ മുഖത്തുണ്ടായി. വേദന കൊണ്ട് ആ രാജകുമാരൻ പൊളഞ്ഞ ആ നിമിഷത്തിലാണ് ശക്തമായ ഒരു മിന്നൽ ആ മുറിയിൽ അടിക്കുന്നത്. ആ മിന്നലടിച്ചതും അവിടെ നിന്ന ഷണ്ടൻ ശരിക്കും കരിഞ്ഞ് ചാമ്പല് പോലെയായി താഴേക്ക് വീണു. ഒരു കൊടുങ്കാറ്റ് പോലെ മാർക്ക് ഫെല്ലർ അകത്തേക്ക് കടന്നു വരികയായിരുന്നു. അകത്തേക്ക് വന്ന മാർക്ക് ആ കട്ടിലിലെ കാഴ്ച കണ്ട് ശരിക്കും സ്തംഭിച്ചു പോവുകയാണ്. ഈ ഹോളി റീജിയനെ അടക്കി ഭരിച്ചിരുന്ന രാജകുടുംബത്തിന്റെ അവസാന കണ്ണി ഇത് നഗ്നനായി ആ കട്ടിൽ അങ്ങനെ കിടക്കുകയാണ്. ആ രാജകുമാരന്റെ അരയ്ക്ക് കീഴ്പോട്ട് വ്രണങ്ങൾ വന്നിട്ട് അഴുകി ബോഡി ദ്രവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിക്രൂരമായി രാജകുമാരനെ ഈ കഴിഞ്ഞ നാളുകളിൽ പീഡിപ്പിച്ചിരിക്കുന്നുവെന്ന് ആ കാഴ്ച വിളിച്ചു പറയുന്നുണ്ട്. ആ രാജകുമാരനെ കൊല്ല ചെയ്തിരിക്കുകയാണ്. ആ മുറിയിൽ വൻതോതിൽ ഒരു പ്രകാശം ഉണ്ടായ കാഴ്ച കണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ അവിടേക്ക് ഓടി വന്നു. അവർ ഓടി വരുമ്പോൾ രാജകുമാരന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. മാർക്കിനെ വലിയ പരിചയമില്ലാത്ത കക്ഷികളാണ് അവിടേക്ക് ഓടി വന്നത്. ആ കക്ഷികൾ ആ മുറിയിലേക്ക് ഓടി വന്നപ്പോൾ തന്നെ തൊട്ടുപുറകെ ജൂം അതുപോലെ ചാങ് മാങ്ങും എത്തി. മാർക്ക് ഫെല്ലർക്ക് തിരിഞ്ഞു നോക്കേണ്ടി പോലും വന്നില്ല. അതിനു മുമ്പ് ചാങ് മാങ്ങും ജൂവും ചേർന്ന് അകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും അങ്ങ് അവസാനിപ്പിച്ചു. മാർക്ക് ഫെല്ലർ പുറകുവശത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാർക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും മുൻപിലുള്ള പ്രിൻസിലാണ്. മാർക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാകണം പ്രിൻസ് കണ്ണുകൾ തുറന്നു. ഹേയ് മാർക്ക്, നീ അവസാനം എത്തിയല്ലേ? മാർക്ക് എത്താൻ വേണ്ടി ആ പ്രിൻസ് കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയാതെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ് പ്രിൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മാർക്ക് പെട്ടെന്ന് മാർക്കിന്റെ നിലവറയിൽ നിന്ന് ഒരു ഗുളിക പുറത്തെടുത്ത് പ്രിൻസിനെ വായിലേക്ക് വെച്ചു. ആ ഗുളിക മാർക്ക് വായിലേക്ക് വെച്ചതും പ്രിൻസ് അതങ്ങ് തുപ്പി. മാർക്ക്, അത് വേണ്ട, ഞാൻ മരിക്കാൻ പോവുകയാണ്. അത് കേട്ടതും മാർക്ക് വീണ്ടും ഒരു ഗുളിക കയ്യിലെടുത്തിട്ട് പ്രിൻസിനോട് പറഞ്ഞു, പ്രിൻസ് നോക്ക്, ഒരു 10 ദിവസത്തേക്ക് അങ്ങ് മരിക്കാൻ പാടില്ല. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ ഗുളിക അങ്ങ് കഴിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ആ ഗുളിക പ്രിൻസിന്റെ വായിലേക്ക് തള്ളി വെച്ചു. മനസ്സോടെ പ്രിൻസിന് ആ ഗുളിക കഴിക്കേണ്ടി വന്നു എന്ന് പറയാം. പ്രിൻസ് ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. അനവധി ആളുകൾ ആ വാതിലിനടുത്തേക്ക് ഓടി വരികയാണ്. ഓടി വന്ന ആളുകളെ നയിക്കുന്ന വ്യക്തി മാർക്കിനെ കണ്ടതും ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, നീയാണോ ഇവിടെ എത്തിയത്? മാർക്ക് ഫെല്ലർ എന്ന പേര് അയാൾ ഉച്ചരിച്ചത് കേട്ടതും ചാങ് മാങ്ങും ജൂവും മാർക്കും അയാൾക്ക് നേരെ തിരിഞ്ഞു. ശരിക്കും അയാൾ അതിശക്തനാണ്. അയാൾ അങ്ങനെ കൈകൾ പുറകിൽ കെട്ടി മാർക്കിനെയും മാർക്കിന്റെ 2 സുഹൃത്തുക്കളെയും ഒന്ന് നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, വെറും ഒരു 4th ലെവൽ ട്രൂ സെയിന്റായ നീ അവിടെ പറഗേറ്ററിൽ വെച്ച് ആ ഒക്സിയാവെ വധിച്ച കാര്യം ഞാൻ അറിഞ്ഞു. എനിക്കറിയാം അന്ന് നിന്റെ കയ്യിൽ അനവധി ദിവ്യ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്ന്. എന്നാലും മാർക്ക്, നിന്നെക്കുറിച്ചുള്ള കേൾവികൾ ഇവിടെ ഇപ്പൊ ഈ ഹോളി റീജിയനിൽ എല്ലാവരുടെ അടുത്തും എത്തിയിരിക്കുകയാണ്. നീ ഒരു സംഭവമാണെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. മാർക്ക്, നിന്നെ ഒന്ന് നേരിടാൻ ഞാൻ അന്നേ ആഗ്രഹിച്ചതാണ്. ഞങ്ങളുടെ ഷീ കുടുംബത്തിന് നിന്നോടുള്ള ദേഷ്യം പെട്ടെന്നൊന്നും പോകത്തില്ല. ഷീ കുടുംബം എന്ന് കേട്ടതും ചാങ് മാങ്ങിന്റെ മുഖഭാവം അങ്ങ് മാറി. ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവനെ എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ചാങ് മാങ് മുന്നോട്ട് കുതിച്ച ഒരു ഇടി. ഷീ കുടുംബത്തിലെ 9th ലെവലിലുള്ള ഒരു ട്രൂ സെയിന്റ് ആണ് ശരിക്കും മാർക്കിനോട് എതിരിടാനായി അവിടെ മാർക്കിനോട് സംസാരിച്ചത്. ആ വ്യക്തിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് ചാങ് മാങ് ചാടി ഉയർന്ന് അയാളുടെ തലയ്ക്ക് ആഞ്ഞിടിക്കുകയായിരുന്നു. ഒറ്റ ഇടിയിൽ അയാൾ നിന്ന സ്ഥലത്ത് ശരിക്കും വലിയൊരു കുഴി ഉണ്ടായെന്ന് പറയാം.
ആ കുഴിയിലേക്ക് അയാൾ താരുമ്പോൾ ഷാങ്മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവനെ ഞാൻ തീർത്തിട്ട് വരാം. ഷാങ്മാങ് മാർക്കിന്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ അവിടെ ഉണ്ടായ കുഴിയിലേക്ക് കൂടെ അങ്ങ് ചാടി. നമുക്ക് പിന്നീട് കേൾക്കാൻ കഴിയുന്നത് ശബ്ദങ്ങൾ മാത്രമാണ്. ജൂവും മാർക്കും ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. മാർക്ക് ഫെല്ലർ ആ ഭാഗത്ത് കണ്ണെടുത്തതും ജൂ ആ ഷീ കുടുംബത്തിലെ വ്യക്തികൾക്കൊപ്പം വന്ന ആളുകളെ അങ്ങ് നേരിട്ട് തുടങ്ങി. ജൂന് ഇതൊക്കെ ഒരു പ്രാക്ടീസാണ്. വന്നിരിക്കുന്നതൊക്കെ അതിശക്തരായ യോദ്ധാക്കളാണ്. പക്ഷേ ഇപ്പോ പീക്ക് ലെവലിൽ നിൽക്കുന്ന ട്രൂ സെയിന്റ് ആണല്ലോ ജൂ. അതുകൊണ്ട് തന്നെ ജൂവിന് ആ വന്ന ആളുകൾ ഒരു വിഷയമേ അല്ല. ജൂ അവരെ നേരിട്ട് തുടങ്ങിയതും മാർക്ക് ഫെല്ലർ പ്രിൻസിന്റെ അടുത്തേക്ക് ഇരുന്നു. മാർക്ക് ഒരു വസ്ത്രം സംഘടിപ്പിച്ച് ആ വസ്ത്രം കൊണ്ട് പ്രിൻസിന്റെ നഗ്നതയൊക്കെ മറച്ച് പ്രിൻസിന്റെ ബോഡിക്ക് ചുറ്റും തുടച്ച് വൃത്തിയാക്കിയാണ്. ആ രാജകുമാരന്റെ കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ആ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളിൽ ചേർന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. ആ രാജകുമാരൻ ഇപ്പോൾ ഒറ്റയ്ക്കാണ്. മാർക്ക് അതൊക്കെ ചെയ്യുമ്പോൾ പ്രിൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വെറുതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് അധിക സമയമില്ല. മാർക്ക്, ഞാൻ പരാജയപ്പെട്ട രാജകുമാരനാണ്. പക്ഷെ മാർക്ക്, എനിക്ക് നിന്നിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്നെക്കാൾ ശക്തനാണ് നീ. മാർക്ക്, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. എൻ്റെ ചിതാഭസ്മം നീ ആ സ്കൈ സിറ്റിയിലേക്ക് കൊണ്ടുപോകണം. അവിടെ എൻ്റെ പിതാമഹന്മാരുടെ ശവക്കല്ലറകളുണ്ട്. അവിടെ ആയിരിക്കണം നീ എന്നെ അടക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ചിതാഭസ്മം വിതറേണ്ടത്. താൻ ഏത് ശൈലിയിലാണ് മരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പ്രിൻസിന് വ്യക്തമായ ധാരണയില്ല. പക്ഷെ മരിക്കുമ്പോൾ അന്ത്യ ഉറക്കം അത് സ്കൈ സിറ്റി തന്നെ ആയിരിക്കണം. 1000-ഓളം വർഷം ചരിത്രമുള്ള കുടുംബമാണ്. ആ ഹോളി റീജൻ പൂർണ്ണമായി അടക്കി ഭരിച്ചിരുന്നത് ആ റോയൽ കുടുംബമാണ്. ആ സെൻട്രൽ പ്ലെയിൻ മാത്രമല്ല, മാർക്ക് ആദ്യം വന്നിറങ്ങിയ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ മേഖല ഉൾപ്പെടെ എല്ലാം ആ റോയൽ കുടുംബത്തിന്റെ കീഴിലായിരുന്നു. ഒരു വാസ്റ്റ് ഏരിയ അവരുടെ കീഴിലുണ്ടായിരുന്നു. ആ എൻറ്റയർ ഏരിയയും അവർ കൺട്രോൾ ചെയ്തിരുന്നത് സ്കൈ സിറ്റിയിലൂടെയാണ്. ആ സ്കൈ സിറ്റി തന്നെ അടക്കം ചെയ്യണം, അല്ലെങ്കിൽ തൻ്റെ ചിതാഭസ്മം വിതരണമെന്ന് പ്രിൻസ് പറഞ്ഞപ്പോൾ മാർക്ക് നിർനിമേഷനായി ആ രാജകുമാരനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഷാങ്മാങ് അവിടേക്ക് കടന്നു വരുന്നത്. ഷാങ്മാങ്ങിന്റെ കയ്യിൽ നേരത്തെ മാർക്കിനെ വെല്ലുവിളിച്ച ആ ആളിൻ്റെ തലയുണ്ട്. ആ ആളെ ഇടിച്ച് കൊന്നിട്ട് അയാളെ തല അറുത്തെടുത്ത് അതുമായിട്ടാണ് ഷാങ്മാങ് എത്തിയിരിക്കുന്നത്. സ്കൈ പ്രിസണിനകത്ത് ഒരുപാട് വർഷമാണ് ഷാങ്മാങ് കിടന്നത്. ആ സ്കൈ പ്രിസണിനകത്ത് ഷാങ്മാങ്ങിനോട് ആ ഷീ കുടുംബക്കാർ ചെയ്തു കൂട്ടിയതെല്ലാം ഷാങ്മാങ്ങിന്റെ മനസ്സിൽ അങ്ങനെ കെടാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഷീ കുടുംബവുമായി ബന്ധപ്പെട്ട ആരെ കണ്ടാലും അവരെ അവസാനിപ്പിക്കാനുള്ള തീരുമാനം ഷാങ്മാങ് മനസ്സിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു 9th ലെവലിലെ ട്രൂ സെയിന്റ് ആണ്. ആ ട്രൂ സെയിന്റിന്റെ തലയിലേക്ക് മാർക്കൊന്ന് നോക്കുമ്പോൾ ജൂ ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തി. ജൂനെ എതിരിട്ട ആളുകൾ ആരും അവിടെ അവശേഷിക്കുന്നില്ല. ജൂവും മാർക്ക് ഫെല്ലറും ഷാങ്മാങ്ങും പ്രിൻസിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പ്രിൻസ് അവരോടായി പറഞ്ഞു, മാർക്ക്, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും. രാജകുമാരന് ഒറ്റയ്ക്ക് എന്തോ ചെയ്യാനുണ്ട്. അത് മനസ്സിലാക്കിയ മാർക്ക് ഫെല്ലർ ഷാങ്മാങ്ങിനും ജൂവിനൊപ്പം ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ ആ കോറിഡോറിലൂടെ തുറസായ ഒരു സ്ഥലത്തേക്ക് എത്തി. ആ സ്കൈ ബ്ലോസം ഐലൻഡിൽ പൊക്കമുള്ള സ്ഥലത്താണ് ഈ കൊട്ടാരം പണിതിരിക്കുന്നത്. കൊട്ടാരം എന്ന് വിളിക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു ബിൽഡിംഗ് അല്ല അവിടെ പണിതിരിക്കുന്നത്. പക്ഷേ ആ രാജകുമാരൻ അവിടെ താമസിക്കുന്നതുകൊണ്ട് അതിനെ കൊട്ടാരം എന്ന് വിളിക്കാം. ധാരാളം സ്ത്രീകളെ അവിടേക്ക് ആ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും ചേർന്ന് സ്ഥിരമായി അയക്കുമായിരുന്നു. ആ ഐലൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. എങ്ങോട്ട് നോക്കിയാലും പീച്ച് നിറത്തുള്ള പൂക്കൾ മാത്രമേ നമ്മൾ കാണത്തുള്ളൂ. അതിമനോഹരമായ ആ ദ്വീപിൽ മാർക്കും ഷാങ്മാങ്ങും ജൂവും അങ്ങനെ കണ്ണോടിക്കുമ്പോൾ അകത്ത് എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ മാർക്കിന് തോന്നി. മാർക്ക് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. മാർക്ക് വീണ്ടും ഓടിയെത്തിയത് പ്രിൻസ് കിടന്ന അതേ മുറിയിലേക്കാണ്. ആ മുറിയിൽ മാർക്ക് ഫെല്ലറും ഷാങ്മാങ്ങും ജൂവും ഓടിയെത്തുമ്പോൾ പ്രിൻസിന്റെ ബോഡി നിശ്ചലമായി കഴിഞ്ഞു. അതേ സമയത്ത് പ്രിൻസിന്റെ ബോഡിയുടെ അടുത്ത് ഒരു ചെറിയ കുഞ്ഞ് ഡെപ്പി ഇരിപ്പുണ്ട്. ഓടിയെത്തിയ മാർക്ക് ഫെല്ലർ ആ കുഞ്ഞ് ഡെപ്പി കയ്യിലെടുക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ ഒരു സന്ദേശം ആ പ്രിൻസിന്റെ വകയായി ഓട്ടോമാറ്റിക്കായിട്ട് എത്തി. ശരിക്കും ആ സന്ദേശം അവിടെ ഉപേക്ഷിച്ചിട്ട് പ്രിൻസ് സ്വന്തം ജീവൻ വെടിഞ്ഞിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. നീ ഈ ഭസ്മം മാത്രം അവിടെ സ്കൈ സിറ്റിയിലേക്ക് കൊണ്ടുവന്നാൽ മതി. എൻ്റെ ബോഡി ഇവിടെ തന്നെ കിടക്കട്ടെ. മാർക്ക്, ഈ ഭസ്മം ഉറപ്പായും നീ സ്കൈ സിറ്റിയിൽ വിതരണം. എൻ്റെ പിതാമഹന്മാരുടെ ശവക്കല്ലറയ്ക്ക് സമീപത്തായി ഈ പൊടി നീ വിതരണം. ആ രാജകുമാരന്റെ അവസാനത്തെ ആഗ്രഹം അതായതുകൊണ്ട് മാർക്ക് ആ രാജകുമാരന്റെ ഡെഡ് ബോഡിയിലേക്ക് ഒന്ന് നോക്കിയതിന് ശേഷം
ആ ചെറിയ ഡപ്പിയുമായി അവിടുന്ന് പുറത്തേക്ക് നടന്നു. ഈ സമയത്ത് ജൂവും ചാങ്മാങ്ങും അവിടെ ഓടിയെത്തിയിരുന്നു. അവരും മരിച്ചു കിടക്കുന്ന പ്രിൻസിനെ കണ്ടു. ചാങ്മാങ്ങിനും ജൂവിനും മാർക്കിനെ പോലെ തന്നെ പ്രിൻസുമായി അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജകുമാരൻ മരിച്ചത് കേട്ടപ്പോൾ രണ്ടുപേർക്കും ഒരു വിഷമമുണ്ട്. രണ്ടുപേരും മാർക്കിനെ നോക്കിയതും മാർക്ക് അവരോട് പറഞ്ഞു, നമുക്ക് സ്കൈ സിറ്റിയിലേക്ക് പോകാം. ആ ധാരണ ആയുധം ആ 3 പേരും ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അവര് ആ പീച്ച് ബ്ലോസം ഐലൻഡിന്റെ പുറത്തേക്ക് നടക്കുമ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആരോ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. ആരാണ് എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഇരുട്ടത്ത് അവരുണ്ട്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, അത് ആ 9 അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളുടെ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും നമുക്ക് അവരെ നമ്മൾ കണ്ട കാര്യം അറിയിക്കണ്ട, നമുക്ക് സ്കൈ സിറ്റിയിലേക്ക് പോവാം. മാർക്ക് ഫെല്ലറെയും ജൂവിനെയും ചാങ്മാങ്ങിനെയും ഇരുട്ടത്ത് ആരൊക്കെയോ വീക്ഷിക്കുന്നുള്ള കാര്യം മാർക്കിനും നേരത്തെ തോന്നിയതാണ്. മാർക്കും ചാങ്മാങ്ങും ജൂവും കൂടി അവിടെ നിന്ന് അതിവേഗം സ്കൈ സിറ്റിയിലേക്ക് തിരിച്ചു. സ്കൈ സിറ്റിയിൽ അവർ ഏതാണ്ട് എത്താറായപ്പോൾ ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മളെ അവര് ഫോളോ ചെയ്യുകയാണ്. ജൂ, അവർ വരട്ടെ, എന്താണ് അവരുടെ ലക്ഷ്യം നമുക്കറിയാം. സ്കൈ സിറ്റിയിൽ അവരെത്തി. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ ചാങ്മാങ്ങും ജൂവുമായി സ്കൈ സിറ്റിയിലെത്തി. സ്കൈ സിറ്റിയിൽ അവരെത്തുമ്പോൾ അവിടുത്തെ കാഴ്ച ശരിക്കും അവരെ അമ്പരപ്പിക്കുകയാണ്. ഒരു അടിപൊളി തിരക്കേറിയ ഒരു നഗരമായി ആ സ്കൈ സിറ്റി ആകെ മാറിയിട്ടുണ്ട്. നേരത്തെ രാജകൊട്ടാരത്തിന്റെ കീഴിലായിരുന്നപ്പോഴും അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനേക്കാളേറെ തിരക്കായിരിക്കുകയാണ്. ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളും ഒരുപാട് ആളുകളും ഇപ്പൊ അവിടെ ഉണ്ട്. എല്ലാ തെരുവുകളിലും നല്ല തിരക്കാണ്. മാർക്ക് ഫെല്ലറും ജൂവും ചാങ്മാങ്ങും ആ ആൾക്കൂട്ടത്തിന് മുകളിലൂടെ അതിവേഗം സ്കൈ സിറ്റിയിലെ ആ രാജകുമാരന്റെ കൊട്ടാരത്തിന്റെ മുകളിലെത്തി. അവരെ കൊട്ടാരത്തിന്റെ പൂമുഖത്ത് ലാൻഡ് ചെയ്ത ആ നിമിഷത്തിൽ പെട്ടെന്ന് അനവധി ആളുകൾ അവരെങ്ങ് വളഞ്ഞു. കുറേയേറെ ആളുകൾ അവിടെ കാവലുണ്ടെന്ന് അർത്ഥം. ഏയ്, ആരാ നിങ്ങൾ? ആ ചോദ്യം ചോദിച്ച വ്യക്തി പെട്ടെന്ന് മാർക്ക് ഫെല്ലറെ തിരിച്ചറിഞ്ഞു. ഏയ് മാർക്ക് ഫെല്ലർ, നിങ്ങളെന്താ ഇവിടെ? ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ ഒന്ന് നോക്കിയിട്ട് മാർക്ക് ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവിടെ ആ കൊട്ടാര വാതിലിൽ മാർക്കിനെ ആളുകൾ തടഞ്ഞു. മാർക്കിന്റെ ഇടതുവശത്തും വലതുവശത്തുമായി ചാങ്മാങ്ങും ജൂവും യഥാക്രമവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ തടഞ്ഞ ആളുകളെ മാർക്ക് നോക്കുന്നതിന് മുന്നേ ചാങ്മാങ്ങും ജൂവും അവരെ അങ്ങ് തെറിപ്പിച്ചു കഴിഞ്ഞു. തെറിപ്പിക്കാന്ന് പറഞ്ഞാൽ ചാങ്ങിന്റെ ഒറ്റ ഇടിയിൽ തന്നെ ഇടിയേക്കുന്ന ആള് ഒരു പരുവാകും. ജൂവും ഭയങ്കര പവർഫുള്ളാണ്. ചാങ്മാങ്ങും ജൂവും മാർക്കും കൂടി അകത്തേക്ക് അങ്ങനെ നടക്കുമ്പോൾ മാർക്കിന്റെ കയ്യിലെ ആ സുമേരു റിങ്ങിനകത്തുനിന്ന് അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ശ്രദ്ധിക്കണേ, ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്കിൾ ഗുവാൻ പറഞ്ഞ കാര്യം മാർക്ക് നേരത്തെ തന്നെ നോട്ട് ചെയ്തതാണ്. സ്കൈ സിറ്റിയിൽ ആ ബിൽഡിങ്ങിൽ മാർക്ക് ഇതിനു മുമ്പ് പല തവണ വന്നിട്ടുണ്ട്. അന്നൊന്നും മാർക്കിന് അനുഭവപ്പെടാത്ത ശൈലിയിൽ എന്തോ ഒരു പ്രത്യേകത അവിടെ മാർക്കിന് അനുഭവപ്പെടുന്നുണ്ട്. ആരൊക്കെയോ മാർക്ക് ഫെല്ലറെയും ജൂവിനെയും ചാങ്മാങ്ങിനെയും നിരീക്ഷിക്കുന്നുണ്ട്. മാർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൈയടി ശബ്ദം കേട്ടു. ആ കൈയടി ശബ്ദം കേട്ട വശത്തേക്ക് മാർക്ക് തിരിഞ്ഞപ്പോൾ അവിടെ കുറച്ച് ആളുകൾ നിൽക്കുകയാണ്. ആ ആളുകളുടെ ഏറ്റവും മുന്നിൽ സാക്ഷാൽ ജി ആവോ ഉണ്ട്. ആ ജി ആവോ മാർക്ക് നേരത്തെ കണ്ടിട്ടുണ്ട്. പർഗേറ്ററിയിൽ വെച്ച് മാർക്കിനെ തേടിയെത്തിയ ഹോളി റീജിയനിലെ ആ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ജി ആവോ ഉണ്ടായിരുന്നു. ജി ആവോ മാർക്കിനെ കണ്ട് ചിരിച്ചു. ഏയ് മാർക്ക് ഫെല്ലർ, എന്താ ഇവിടെ? ജി ആവോ അന്ന് മാർക്കിനെ അറ്റാക്ക് ചെയ്യാത്ത ഏക കക്ഷിയാണ്. ബാക്കി എല്ലാവരും മാർക്കിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ജി ആവോ മാർക്കിനോട് ഒരേ ഒരു ചോദ്യം മാത്രമാണ് ചോദിച്ചത്. ചാങ്മാങ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പുറത്ത് ഉണ്ടായിരുന്ന ആ ശാപം അല്ലെങ്കിൽ ആ മാർക്ക് എങ്ങനെ മാർക്ക് ഫെല്ലർ മാറ്റിയെന്നാണ് അയാൾ ചോദിച്ചത്. അതിന് ആ സമയത്ത് ഉത്തരം പറയാൻ മാർക്കിനെ നൈനാൻ അനുവദിച്ചിരുന്നില്ല. നൈൻ പെട്ടെന്ന് മാർക്കിനെ അറ്റാക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ വീണ്ടും ജി ആവോയെ കണ്ടപ്പോൾ മാർക്കിന്റെ മനസ്സിലേക്ക് ആ ചോദ്യമാണ് കടന്നു വന്നത്. ആ ചോദ്യവും ആ രംഗവും ഒക്കെ ജി ആവോയെ കണ്ടതും മാർക്ക് പറഞ്ഞു, ഞാനേ പ്രിൻസിന്റെ ചിതാഭസ്മമായി എത്തിയതാണ്. അതിവിടെ അദ്ദേഹത്തിന്റെ പിതാമഹന്മാരുടെ ശവക്കല്ലറയ്ക്ക് സമീപത്ത് വിതറാനാണ് ഞാൻ എത്തിയത്. അത് കണ്ടതും ജി ആവോയ്ക്കൊപ്പമുള്ള ഒരു വ്യക്തി മാർക്കിനോട് പറഞ്ഞു, ഏയ് മാർക്ക് ഫെല്ലർ, ഈ സ്കൈ സിറ്റിയിൽ നിനക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ നിനാരാ അനുവദിച്ചത്? ആ ഡയലോഗ് പറഞ്ഞ ആളെ മാർക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഉടൻ അയാളുടെ കൂടെയുള്ള ആൾ പറഞ്ഞു,
മാർക്ക്, നിനക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നീ വേഗം മടങ്ങിപ്പോ. ജി ആവയ്ക്കൊപ്പമുള്ള ആളുകളൊക്കെ ആ ഡയലോഗ് പറയുമ്പോഴാണ് മാർക്ക് ഫെല്ലർ ശരിക്കും പരിചയമുള്ള ഒരു മുഖം കാണുന്നത്. ആ ആൾക്കൂട്ടത്തിന്റെ പുറകിലായി സാക്ഷാൽ സെയിന്റസ് ഗൂ ഉണ്ട്. സെയിന്റസ് ഗൂവിനെ കണ്ടപ്പോൾ മാർക്കിന് വല്ലാത്തൊരു കൗതുകം. സെയിന്റസ് ഗൂവും മാർക്കിനെ എങ്ങനെ നോക്കി നിൽക്കുകയാണ്. സെയിന്റസ് ഗൂവിനെ മാർക്ക് നോക്കുന്നുണ്ടെന്നും സെയിന്റസ് ഗൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് ഇനി അകത്തേക്ക് പോണ്ട. മാർക്ക് ഇപ്പോ തിരിച്ചു പോകുന്ന നല്ലത്. മാർക്ക് അകത്തേക്ക് പോയാൽ എന്തോ ഒരു കുഴപ്പം സംഭവിക്കുമെന്ന് സെയിന്റസ് ഗൂവിന് അറിയാം. അതുകൊണ്ടാണ് സെയിന്റസ് ഗൂ മാർക്കിനെ തടുക്കാൻ ശ്രമിച്ചത്. പക്ഷെ മാർക്ക് സെയിന്റസിനെ ഒന്ന് നോക്കിയിട്ട് ആ ആൾക്കൂട്ടിൽ നിന്ന് നോക്കിയതിന് ശേഷം അവർ മൈൻഡ് ചെയ്യാതെ വീണ്ടും അകത്തേക്ക് നടന്നു. മാർക്ക് ഫെല്ലർ അതിവേഗം അകത്തേക്ക് നടക്കുകയാണ്. മാർക്കിന്റെ ലക്ഷ്യം അകത്തുള്ള ആ തുറസായ സ്ഥലമാണ്. അവിടെയാണ് ആ കല്ലറകൾ ഉള്ളത്. മാർക്ക് ഒരു തവണ പ്രിൻസിനൊപ്പം അവിടെ കറങ്ങി നടന്നപ്പോൾ പ്രിൻസ് ആ കല്ലറകൾ മാർക്കിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉള്ള കല്ലറകളാണ്. ആ കല്ലറകൾ മീശ കണ്ടിരുന്നുവെങ്കിൽ ഉറപ്പായും മീശ അതിൽ ഇടപെട്ടനെ എന്നുള്ള ഒരു തോന്നൽ മാർക്കിനുണ്ടായ ആ നിമിഷത്തിൽ മാർക്കിന് മീശയുടെ സാന്നിധ്യം ഫീൽ ചെയ്തു. മാർക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അല്പം ദൂരെ മാറി സാക്ഷാൽ മീശ നിൽക്കുകയാണ്. മീശയും സ്ഥലത്തുണ്ട്, സാക്ഷാൽ സെയിന്റസ് ഗൂവും സ്ഥലത്തുണ്ട്. രണ്ടുപേരും രണ്ട് ദിക്കിലാണ് നിൽക്കുന്നത്. മാർക്ക് ഫെല്ലർക്ക് നേരത്തെ തന്നെ അങ്കിൾ ഗൂവാൻ ഒരു വാണിംഗ് കൊടുത്തതാണ്. എന്തൊക്കെയോ കുഴപ്പങ്ങൾ ആ ബിൽഡിങ്ങിൽ ഉണ്ടെന്നാണ് അങ്കിൾ ഗൂവാൻ പറഞ്ഞത്. മാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാതെ മുന്നോട്ട് നടക്കുകയാണ്. മാർക്കിന്റെ ഇടതും വലതും ചാങ്മാങ്ങും അതുപോലെ ജൂ ഉണ്ട്. ആ മൂവർ സംഘം ആ ചിതാഭസ്മമായി അകത്തേക്ക് അങ്ങനെ നടന്നു വന്നതും അവരെത്തിയത് വിശാലമായ ഒരു ഹാളിലാണ്. ആ ഹാളിലേക്ക് മാർക്ക് കടക്കുമ്പോൾ മാർക്ക് ഒന്നുകൂടി ഞെട്ടി. നേരത്തെ മാർക്ക് കണ്ട ജി ആവോയും സംഘവും അതിനകത്തുണ്ട്. പ്രത്യേകിച്ചും മാർക്കിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് സാക്ഷാൽ ജി ആവോയാണ്. ജി ആവോ ആ ഹാളിനകത്തുള്ള ഒരു വൃത്താകൃതിയുള്ള സ്ഥലത്ത് നിൽക്കുകയാണ്. ആ വൃത്താകൃതിയുള്ള സ്ഥലത്ത് ഒരു ബെല്ല് തൂക്കിയിട്ടുണ്ട്. ആ ബെല്ലിന്റെ ഇടതുവശത്തായിട്ട് ഒരു കോലമുണ്ട്. ആ കോലം സാധാരണ നമ്മൾ ഈ വയലിലേക്ക് നിർത്തുന്ന ഒരു കോലം പോലെയാണ്. ആ കോലത്തിന്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ട്. മാർക്ക് ആ രണ്ട് കാഴ്ചയും കാണുമ്പോൾ കൂടെ മറ്റൊരു കാഴ്ചയും കൂടി കണ്ടു. ആ രണ്ട് വസ്തുക്കൾക്ക് നടുവിലായി മുകളിൽ ഒരു വാള് തൂങ്ങിക്കിടക്കുകയാണ്. ഈ മൂന്നിനും നടുക്കായി താഴെ സാക്ഷാൽ ജി ആവോ നിൽക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ഒരു ടെലി സന്ദേശം മാർക്കിന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. മീശയാണത് പറഞ്ഞത്. മാർക്ക്, ആ വാള് അതാണ് ജി ആവോയുടെ ലക്ഷ്യം. അത് ശരിക്കും ഡിവൈൻ വാളാണ്. ആ വാള് ജി കുടുംബത്തിന്റെ സ്വന്തമാണ്. ആ വാള് അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഗോസ്റ്റ് എനർജി കൊണ്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്ന ഗോസ്റ്റ് സോഡാണ്. പുരാവസ്തുക്കളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള വ്യക്തിയാണല്ലോ ഈ മീശ. അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ആ വാള് ഗോസ്റ്റ് സോഡാണെന്ന് പറഞ്ഞ മീശ ഒരു വാചകം കൂടി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് തികച്ചും അപകടകാരിയായ വാളാണ്. ഒരു കാരണവശാലും അതിൻ്റെ അടുത്തേക്കൊന്നും പോകരുത്. മീശ അത് പറയുന്നത് ഈ സെയിന്റസ് ഗൂ കാണാതെയാണ്. സെയിന്റസ് ഗൂവും മീശയും തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ സെയിന്റസ് ഗൂവിനെ അടുത്ത് ചെന്നപ്പെടാതിരിക്കാൻ മീശ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. മാർക്ക് ഫെല്ലർ മീശ പറഞ്ഞ കാര്യം കേട്ടു. ഈ സമയത്ത് അങ്കിൾ ഗൂവാനും മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാനും കേട്ടിട്ടുണ്ട് ഈ ഗോസ്റ്റ് സോഡിനെ കുറിച്ച്. അത് ഭയങ്കര പവർഫുള്ളാണ്. ജി കുടുംബത്തിൻ്റെ സ്വന്തമാണ് ആ സോഡ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇപ്പോൾ ജി കുടുംബത്തിലില്ല. അതുകൊണ്ടാണ് ആ സോഡ് ഇവിടെ കിടക്കുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വാസ്തവവിരുദ്ധതയുണ്ടെന്ന് ഒരു തോന്നൽ പെട്ടെന്ന് മാർക്കിനുണ്ടായി. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മീശ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ സോഡ് എത്രയോ കാലത്തെ ഗോസ്റ്റ് എനർജി കൊണ്ട് ശക്തമാക്കപ്പെട്ടതാണ്. മാർക്ക്, എനിക്ക് തോന്നുന്നത് ഈ സോഡിനും ഈ റോയൽ കുടുംബത്തിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ്. അങ്ങനെ മീശ ടെലി സന്ദേശം വഴി മാർക്കിനെ അറിയിച്ചപ്പോൾ കൂടെ നിൽക്കുന്ന ജൂ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ റോയൽ കുടുംബം നമ്മുടെ ഈ ഹോളി റീജൻ മുഴുവൻ അടക്കി ഭരിച്ചിരുന്നതാണ്. അവര് വീണു പോകാനുള്ള കാരണം ഈ ജി കുടുംബമാണ്. എനിക്ക് ഇപ്പോഴാ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. മാർക്കിന്റെ ആ കയ്യിലെ സുമേരു റിങ്ങിനകത്ത് സാക്ഷാൽ ജീനയുണ്ട്. ജീനയുടെ കുടുംബത്തെയും വിളിക്കുക ജി കുടുംബമെന്നാണ്. പക്ഷെ ആ ജി കുടുംബവും ജി ആവോയുടെ ജി കുടുംബവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ജീനയുടെ കുടുംബം ഏറ്റവും ശക്തമായ ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തെ ഹോളി റീജിയനിലെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ ചേർന്ന് ചതിച്ചതാണ്. എന്നാൽ ആ കുടുംബത്തിൻ്റെ വേരുകളിലൂടെ കടന്നു പോകുന്ന മറ്റൊരു കുടുംബമാണ്
ജി ആവോയുടെ ജി കുടുംബം. ആ രണ്ട് കുടുംബങ്ങളും ജി എന്നാണ് അറിയപ്പെടുന്നെങ്കിലും രണ്ടിന്റെ സ്പെല്ലിംഗിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ജി ആവോയുടെ ജി കുടുംബത്തിനെ ജെ ഐ എന്ന് എഴുതുമ്പോൾ ജീനയുടെ ജി കുടുംബത്തെ ജെ ഡബ്ല്യു എന്ന് എഴുതുക. അങ്ങനെയാണ് അവർ ആ പേര് തിരിച്ചറിയുന്നത്. ജീനയുടെ കുടുംബത്തിൽ ഇനി ജീന മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പേര് ഇപ്പം ആരും പറയാറില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പേര് ജെ ഐ എന്ന് എഴുതുന്ന ജി കുടുംബമാണ്. ആ ജി കുടുംബത്തെക്കുറിച്ചാണ് മീശയും ജൂവും അതുപോലെ അങ്കിൾ ഗുവാനും ഒക്കെ മാർക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ സംഭാഷണം മാർക്ക് കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാർക്കിന്റെ കണ്ണുകൾ ജി ആവോയുടെ മുകളിൽ പതിഞ്ഞു. ജി ആവോ എന്തോ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രം ചൊല്ലുന്ന ജി ആവോയുടെ അടുത്തുള്ള ആ കോലത്തിലേക്ക് മാർക്കിന്റെ കണ്ണുകൾ പതിഞ്ഞു. ആ കോലത്തിൽ ഒരു കണ്ണ് പതിച്ചു വെച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കണ്ണുകൾ ആ കോലത്തിലെ കണ്ണിലേക്ക് പതിഞ്ഞതും അങ്കിൾ ഗുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ കോലത്തിലെ കണ്ണ് കണ്ടോ? അത് ഈവിൾ ഐയാണ്. ഈവിൾ ഐയോ? അതെ, അത് ശരിക്കും അപകടം പിടിച്ച കണ്ണാണ്. ആ കണ്ണ് കൈവശമുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്കിൾ ഗുവാൻ പറയുമ്പോഴേക്കും ആ കണ്ണ് സാക്ഷാൽ ജി ആവോ കയ്യിൽ എടുത്തു കഴിഞ്ഞു. അയാള് ആ കോലത്തിൽ നിന്ന് ആ കണ്ണ് കയ്യിലേക്ക് എടുത്തതും അതിശക്തമായ ഒരു ഡാർക്ക് എനർജി അവിടെ മുഴുവൻ വ്യാപിച്ചു. കഥയുടെ ഈ ഭാഗം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെൽയുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.